ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ വാഗമരങ്ങൾ, അധ്യായം 9. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കമിഴ്ന്നു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പള്ളിക്കുള്ളിൽ ഫ്രാൻസിസ് അച്ഛൻ്റെ സൗമ്യമായ ശബ്ദം മുഴങ്ങി നിന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഡെയ്സി. അവൾ കണ്ണു തുറന്നു. ക്രൂശിതന്റെ വേദന നിറഞ്ഞ കണ്ണുകൾ, ദൈവപുത്രന്റെ ദൈന്യത അവൾ കണ്ടു. കണ്ണുകളടച്ച് അവൾ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചു. വരാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് ആ ദൗത്യം ഏറ്റെടുക്കാൻ സ്വയം സന്നദ്ധനാകുന്ന ക്രിസ്തുവിൻ്റെ രൂപം. ശിഷ്യരോട് ഉറങ്ങാതിരിക്കാൻ പറഞ്ഞ ശേഷം പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പുത്രന്റെ രൂപം. ഫ്രാൻസിസ് അച്ഛൻ്റെ മുഴക്കമുള്ള സൗമ്യമുള്ള ശബ്ദം പള്ളിക്കുള്ളിൽ മുഴങ്ങി. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരുപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജീസസ്, ഞാൻ ഇച്ഛിക്കും പോലെയല്ല, അവൾ മനസ്സിലുരുവിട്ടു, നീ ഇച്ഛിക്കും പോലെ. കുർബാന കഴിഞ്ഞ് ആളുകൾ ഒരു ഇരമ്പലോടെ പുറത്തേക്കിറങ്ങി. ചെരുപ്പുകൾ കഴിയും വേഗം കാലിലിട്ട് അവർ പല വഴി പിരിയുകയായിരുന്നു. ഡെയ്സി പടിക്കെട്ടിറങ്ങി താഴെ ചെരുപ്പ് ഊരിയിട്ടടുത്തേക്ക് ചെന്നു. ചെരുപ്പിട്ട് ഫ്രാൻസിസ് അച്ഛൻ ഇറങ്ങി വരുമ്പോൾ കാണാൻ വേണ്ടി വരാന്തയിലേക്ക് കയറാൻ തുടങ്ങിയായിരുന്നു ഡെയ്സി. അപ്പോഴാണ് തൊട്ടുമുന്നിൽ ആ രൂപം കണ്ടത്. അമ്മച്ചി, കൂടെ ജാസ്മിനും. ഡെയ്സിയെ കണ്ടതും ത്രേസ്യാമ്മയുടെ മുഖം ഒന്ന് വിളറി, പിന്നെ കടുത്തു. ജാസ്മിൻ്റെ മുഖമാകട്ടെ ജാള്യത കൊണ്ട് വിവരണമായി. ത്രേസ്യാമ്മയുടെ മുഖത്ത് വല്ലാത്ത ക്ഷോഭവും പിണക്കവും നിറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി പാടി, നീ എന്തോ വായി നോക്കിക്കൊണ്ട് നിൽക്കുക. അവർ ജാസ്മിനോട് വെറുതെ ദേഷ്യപ്പെട്ടു. നേരിയതിൻ്റെ തുമ്പ് മുണ്ടിൻ്റെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുക്കെ കുത്തി. തലപ്പെടുത്ത് ചട്ടയ്ക്ക് മേലെ വലിച്ചിട്ട് വേദപുസ്തകം കയ്യിൽ പിടിച്ച് ത്രേസ്യാമ്മ ഡെയ്സിയെ അവഗണിച്ച് പടിയിറങ്ങി. അത് ഡെയ്സിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മച്ചി, അവൾ സങ്കടത്തോടെ വിളിച്ചു. അത് കേൾക്കാൻ കാക്കുകയായിരുന്നതുപോലെ പെട്ടെന്ന് ത്രേസ്യാമ്മ നിന്നു. എന്നാത്തിനാ നീ അമ്മച്ചിയെ വിളിക്കുന്നത്? എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഇറങ്ങിപ്പോയവളല്ലേ നീ? ത്രേസ്യാമ്മ കണ്ണു തുടയ്ക്കുകയും മൂക്ക് പിഴിയുകയും ചെയ്തു. നിന്റെ കണ്ണു തെളിഞ്ഞ ഈ ഇളയത്തുങ്ങളെ നോക്കിക്കോളുമെന്ന് അപ്പച്ചനും അമ്മച്ചിയും മനസ്സിൽ കണ്ടു. അങ്ങനെ ചിലതൊക്കെ സങ്കല്പിച്ചു പോയി. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഞാനെന്ത് ചെയ്തെന്ന് അമ്മച്ചി? ഡെയ്സി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സങ്കടപ്പെട്ടു. അമ്മച്ചിയും അപ്പച്ചനും കൂടിയല്ലേ എന്നെ പടിയിറക്കി വിട്ടത്? അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാനല്ലേ ഞാനന്ന് അവിടെ കയറി വന്നത്? അമ്മച്ചി എന്നെ ഒന്ന് സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ചില്ലേ ഞാൻ? അവളുടെ സ്വരം ഇടറി. ഓ, പിന്നീടി ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ പോകുന്നു. വേറെ ജോലിയില്ല എനിക്ക്. നീ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേന് ഞാൻ എന്നത്തിനാ സമാധാനിപ്പിക്കുന്നത്? ത്രേസ്യാമ്മ പിന്നെയും മൂക്ക് പിഴിഞ്ഞു. പട്ടിണിയും കിടന്ന് കണ്ടവരുടെ വീട്ടിൽ പാത്രം തേച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചു, ഡോക്ടറാക്കി. ആ പാവം മനുഷ്യനെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തോടി നീയ. അങ്ങേര് ശവപ്പെട്ടിയും ഉണ്ടാക്കി വിറ്റല്ലയോ നിന്നെ പഠിപ്പിച്ചത്? ഇപ്പം സ്വന്തം കാലിൽ നിൽക്കാറായി. വലിയ പദവിയുമായപ്പം നിനക്ക് ഞങ്ങളെയൊക്കെ പുച്ഛമായി. കടന്നുപോയ ചിലരൊക്കെ ത്രേസ്യാമ്മയെയും ഡെയ്സിയെയും നോക്കി. ഡെയ്സിയെ തിരിച്ചറിഞ്ഞിട്ടാകണം അവർ തമ്മിൽ എന്തോ രഹസ്യമായി കുശുകുശുക്കുകയും ചെയ്തു. അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ജാസ്മിൻ അസഹ്യതയോടെ ത്രേസ്യാമ്മയെ പിടിച്ചു വലിച്ചു. കൂടുതൽ സംസാരിച്ചാൽ ഡെയ്സി ചേച്ചി വല്ലതും വിളിച്ചു പറഞ്ഞാലോ എന്ന് ഭയമുണ്ടായിരുന്നു അവൾക്ക്. അമ്മച്ചി എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഡെയ്സി വേദനയോടെ പറഞ്ഞു. ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പറയുന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞതൊന്നും ആരും പെട്ടെന്ന് മറക്കരുത്. ആരാടി മറന്നത്? ആരാ അതൊക്കെ മറന്നത്? നീയല്ലേ? ത്രേസ്യാമ്മ ക്ഷോഭിച്ചു. എങ്ങാണ്ട് കിടന്ന ഒരു സ്ത്രീയെ സഹായിക്കാൻ പോയിരിക്കുന്നു അവള്. ആ നേരത്ത് നീ സ്വന്തം കൂടപ്പിറപ്പുകളെ സഹായിച്ചിരുന്നല്ലോ. റോസിയെ ഇവിടെ വിട്ടേച്ചു പോകുമെന്ന് പറഞ്ഞതാ അവിടെ കെട്ടിയോൻ. അറിയാമോ, ഞാൻ പിന്നെ കാല് പിടിച്ച് പറഞ്ഞപ്പം അവൻ സമ്മതിക്കുമായിരുന്നു. ഡെയ്സിക്ക് അതിനെന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കണ്ണീർ നിയന്ത്രിച്ച് ഡെയ്സി പതിയെ തിരിഞ്ഞു. വേണ്ട, ഞാനൊന്നും അമ്മച്ചിയോട് പറയുന്നില്ല. ത്രേസ്യാമ്മ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവരുടെ ശബ്ദം താഴ്ന്നു. ഓ, ഞാനും നിന്നോടൊന്നും പറയുന്നില്ല. സൗകര്യമുണ്ടേൽ കുടുംബത്തെപ്പറ്റിയൊന്ന് ചിന്തിക്ക്. വീട്ടിലെല്ലാത്തിനും ബുദ്ധിമുട്ടാ. നീ വരുത്തിവെച്ച പേരുദോഷം കാരണം ഈ പെണ്ണിൻ്റെ കല്യാണം നടക്കണേൽ പോലും ബുദ്ധിമുട്ടാ. ഡെയ്സി ജാസ്മിനെ നോക്കി. അവൾ കൂസലില്ലാതെ മുഖം തിരിച്ചു. ത്രേസ്യാമ്മ പോകാൻ തയ്യാറെടുത്തുന്ന മട്ടിൽ നേരിയതിൻ്റെ തുമ്പു വലിച്ച് തലയിലൂടെ ഇട്ടു. കുട നിവർത്തി.
പിന്നെ തല ഉയർത്തിപ്പിടിച്ച് ഇറങ്ങുമ്പോൾ ഡെയ്സിയെ ഒന്ന് തർപ്പിച്ചു നോക്കി. കുടുംബത്തിനു വേണ്ടി എന്നതേലും ചെയ്യണമെന്ന് നിനക്കുണ്ടേൽ മര്യാദയ്ക്ക് വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പോയി ജോലി നോക്ക്. ശമ്പളം കുറവാണേലും നമുക്കങ്ങ് സഹിക്കാം. അമ്മച്ചിയും പിന്നാലെ ജാസ്മിനും റോഡിലേക്കുള്ള പടി ചാടിയിറങ്ങി പോകുന്നത് നോക്കി ഡെയ്സി വേദനയോടെ നിന്നു. അവളുടെ കൺമുന്നിൽ അതേ പടികൾ കുറച്ചുകൂടി ചെറുപ്പമായ ഒരു അമ്മച്ചി കയറി വന്നു. കയ്യിലും കക്ഷത്തിലും കീറിത്തുന്നലുള്ള അലക്കി മഞ്ഞച്ചു പോയ ചട്ടയിട്ട, നേരിയതിനു പകരം തോർത്തിട്ട കുറച്ചുകൂടി സ്നേഹവതിയായ ഒരു അമ്മച്ചി പള്ളിമുറ്റത്തെ ചെറിയ പന്തലിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന് ഓടിവരുന്ന ഒരമ്മച്ചി. 4ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്കുള്ള 200 രൂപയുടെ സ്കോളർഷിപ്പ്, കണക്കിനും സയൻസിനും ഒന്നാമതെത്തിയതിന് 100 രൂപയുടെ ഒരു എൻഡോവ്മെൻറ്റ്, മലയാളത്തിനും ഇംഗ്ലീഷിനും ഒന്നാമതെത്തിയതിന് 150ൻ്റെയും 100ൻ്റെയും 50ൻ്റെയും 3 എൻഡോവ്മെൻറ്റുകൾ, ആകെ 600 രൂപ. പള്ളിയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ പാടത്ത് ചെല്ലുമ്പോൾ അമ്മച്ചിയും താനും ഒഴിഞ്ഞ ഇടം നോക്കി നിൽക്കുന്നു. അമ്മച്ചി കവറിനുള്ളിലെ പണം എണ്ണി നോക്കുന്നു. അപ്പച്ചൻ അറിയണ്ടടി, 200 രൂപ അമ്മച്ചി ഇങ്ങെടുക്കുക. 50 രൂപ എനിക്ക് അമ്മച്ചി. അമ്മച്ചി നെറ്റി ചുളിക്കുന്നു. 50 രൂപയോ? നിനക്ക് എന്നാത്തിനാ ഇപ്പം അത്രയും വലിയ തുക? ഡെയ്സി അമ്മച്ചിയുടെ ചട്ടയിൽ പതുക്കെ തഴുകുന്നു. എൻ്റെ അമ്മച്ചിക്ക് നല്ല വെളുത്തൊരു ചട്ട വേണം. അമ്മച്ചിയുടെ കണ്ണുകൾ അന്ന് നിറഞ്ഞത് ഡെയ്സിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ണീർ മറച്ച് കൃത്രിമ കോപത്തോടെ അമ്മച്ചി മുഖം ചുളിക്കുന്നു. ഓ, അമ്മച്ചിക്ക് ഇതൊക്കെ മതി. നീ പഠിച്ച് വലിയ ടൈപ്പിസ്റ്റോ ക്ലർക്കോ ഒക്കെ ആകുമ്പം അമ്മച്ചിക്ക് വാങ്ങിച്ചു തന്നാൽ മതി. ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്താ ഡെയ്സി, സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാണോ? ഫ്രാൻസിസ് അച്ഛൻ്റെ ശബ്ദം കേട്ട് ഡെയ്സി ഉണർന്നു. നീ എന്താ കരയുന്ന മോളെ? ഡെയ്സി കണ്ണീർ തുടച്ച് പുഞ്ചിരിച്ചു. ഒന്നുമില്ല ഫാദർ. ഫ്രാൻസിസ് അച്ഛൻ അവളെ കാരുണ്യത്തോടെ നോക്കി. അമ്മച്ചിയെയും ജാസ്മിനെയും കണ്ടു. അവളൊന്ന് നിശ്വസിച്ചു. കുറെ കുറ്റം പറഞ്ഞു കാണും അല്ലേ? ഫാദർ കാരുണ്യത്തോടെ ചോദിച്ചു. എല്ലാവരും എത്ര പെട്ടെന്ന് എല്ലാം മറക്കുന്നു ഫാദർ. ഡെയ്സി ചെറുതായി വിതുമ്പി. കർത്താവ് എല്ലാം ഓർത്തു വയ്ക്കും മോളെ. നിനക്ക് കാശ് വല്ലതും വേണോ? കയ്യിൽ വല്ലതും ബാക്കിയുണ്ടോ? ഫാദർ ചോദിച്ചു. ഡെയ്സിയുടെ ഹൃദയം നിറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ കുറച്ച് പണം കടം ചോദിക്കാനായിട്ടാണ് വന്നത് ഫാദർ. ഫാദർ ചിരിച്ചുകൊണ്ട് കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഏതാനും നോട്ടുകളെടുത്തു. 3000 ഉണ്ട്. ശമ്പളം കിട്ടിയാലുടൻ തിരിച്ചു തന്നേക്കണം. ഡെയ്സി കൃതജ്ഞതയോടെ അത് വാങ്ങി. അമ്മച്ചി പറഞ്ഞത് വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പോയി ജോലി ചെയ്യാനാണ്. എന്നെക്കൊണ്ട് കുടുംബത്തിന് ഉപകാരമില്ലെന്ന്. ഫ്രാൻസിസ് അച്ഛൻ്റെ നെറ്റി ചുളിഞ്ഞു. നിനക്കങ്ങനെ വല്ല താല്പര്യമുണ്ടോ മോളെ? ഇല്ല ഫാദർ. ഡെയ്സിയുടെ സ്വരം ദൃഢമായി. സസ്പെൻഷൻ തീരട്ടെ, അന്വേഷണം പൂർത്തിയാകട്ടെ. അത് കഴിഞ്ഞ് എൻ്റെ രോഗികൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അപ്പോൾ നോക്കാം. പക്ഷേ അവളുടെ രോഗികൾക്ക് അവളെ വിശ്വാസമുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ പരിശോധനയ്ക്കായി 3-4 പേർ. പറഞ്ഞൊഴിയാൻ നോക്കിയിട്ട് ആരും പോയില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഡെയ്സി കൺസൾട്ടിംഗ് റൂം തുറന്നു. ഒരാൾക്ക് വിട്ടുമാറാത്ത കൈവേദന, മറ്റേയാൾക്ക് ജ്വരം പോലെ പനി. കൈവേദനക്കാരന് മരുന്ന് കൊടുത്തു. പനിക്കാരന് എത്രയും വേഗം അഡ്മിറ്റാകാൻ ഉപദേശിച്ചു. ഡോക്ടർ ചികിത്സിച്ചാൽ മതിയെന്നായിരുന്നു അയാളുടെ നിർബന്ധം. ഇപ്പോഴത്തെ കാലത്ത് പനി വളരെ അപകടം പിടിച്ചതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ വിട്ടു. 3-ാമത്തെയാൾക്ക് സാധാരണ പനിയായിരുന്നു. 4-ാമത്തേത് ഒരു സ്ത്രീ. അവർക്ക് നടുവുവേദന. എല്ലാവരും പോയപ്പോൾ വാതിലടയ്ക്കാമെന്ന് കരുതി ചെന്ന് വരാന്തിയിലെത്തി നോക്കിയപ്പോഴാണ് കണ്ടത്. കാത്തിരിക്കുന്നു 5-ാമൻ. ഡെയ്സി അത്ഭുതപ്പെട്ടു. ജയദേവൻ. ഡെയ്സിയെ കണ്ടതും അയാൾ എഴുന്നേറ്റു. അവിവാഹിതയായ ഡോക്ടർ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് എപ്പോഴും കയറി വരുന്നത് വലിയ ബോറാണ്. ജയദേവൻ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുക്കുമ്പോൾ പറഞ്ഞു. ഡോക്ടർക്ക് സാമാന്യം നല്ല ദുഷ്കീർത്തിയുള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ചും. ഡെയ്സി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. സാരമില്ല, ഒരാളുടെ ദുഷ്കീർത്തിയെ മറ്റേയാളുടെ സൽകീർത്തി കൊണ്ട് ജയിക്കാം. സൽകീർത്തി ആർക്കാണ്? എനിക്കോ? ജയദേവൻ ഉറക്കെ ചിരിച്ചു. എൻ്റെ ഡോക്ടറെ, അത് പറയാത്തതാണ് ഭേദം. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്ത് തുറന്നു. ദാ, ഇത് തരാൻ വേണ്ടിയാണ് വന്നത്. കൊടുത്തയച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത് നേരിട്ട് തരണമെന്ന് ഒരാഗ്രഹം തോന്നി. ഡെയ്സി ജയദേവൻ നീട്ടിയ കവർ എന്നതിനപ്പുറം പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാതെ അത് തുറന്നു. അവളുടെ കണ്ണുകൾ മിഴിച്ചുപോയി. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ്. ഇത്? ഡെയ്സി അമ്പരപ്പോടെ ചോദിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചു. എന്താ, ഡോക്ടർക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ലേ? അതല്ല, ഇത്ര പെട്ടെന്ന്. അവളുടെ മുഖം ചുവന്നു. കണ്ണുകൾ അല്പമൊന്ന് നിറയാൻ തുടങ്ങി. ഡെയ്സി വേഗം സമചിത്തത വീണ്ടെടുത്തു.
അതല്ലേ ഈ ജയദേവൻ്റെ പിടിപാട്? CMൻ്റെ ഓഫീസിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി എത്തിച്ചതാണ്. ഡോക്ടർ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത്? ജയദേവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഡെയ്സി ചിരിച്ചു. അയാളുടെ മുഖത്ത് കുസൃതിയും സദാ നിറഞ്ഞു നിൽക്കുന്ന പ്രസന്നതയും ഉണ്ടായിരുന്നു. ഡെയ്സി അയാളെ ആരാധനയോടെ നോക്കി. ഞാൻ ചായ എടുക്കട്ടെ? ഡെയ്സി ചോദിച്ചു. അവളുടെ ശബ്ദം അല്പം പതിഞ്ഞതായി പോയി. ആയിക്കോട്ടെ. ഡെയ്സി വേഗം അടുക്കളയിൽ ചെന്നു ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്തവണ കെറ്റിൽ അടുപ്പിൽ വയ്ക്കുമ്പോൾ അവളുടെ കൈ വിറച്ചു. സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു. ജോലിക്ക് നാളെ മുതൽ ചേരാം. ഡെയ്സിക്ക് മനസ്സിലെവിടെ നിന്നോ ഒരു വിങ്ങൽ ഉയർന്നു വന്നു. അവൾക്ക് കരയണമെന്നും ചിരിക്കണമെന്നും തോന്നി. നാളെ വീണ്ടും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് തന്നെ സ്വീകരിക്കുക? അവൾക്ക് ചെറിയ പേടി തോന്നി. പക്ഷേ ജയദേവന് ചായ കൂട്ടുമ്പോൾ അവളുടെ പേടി മറ്റൊന്നായി. ജീസസ്, ഈ ചായ നന്നാകുമോ? ചായ കപ്പിൽ പകരുമ്പോൾ അവൾക്ക് ചെറിയ ചാഞ്ചല്യം തോന്നി. അവൾക്ക് തമാശ തോന്നി. ജീസസ്, ജീവനുള്ള ശരീരങ്ങൾ കീറിമുറിക്കുമ്പോൾ എൻ്റെ ഈ കൈകൾ വിറച്ചിട്ടില്ല. ഇപ്പോഴിതാ ഒരു ചായ പകരുമ്പോൾ. ചായയുമായി സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ ജയദേവൻ കസേരയിൽ വിസ്തരിച്ചിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. ചായ കണ്ടപ്പോൾ അയാൾ കൈനീട്ടി. ഇതെന്താ, ഒരു ചായ മാത്രം? അതിന് മറുപടിക്ക് കാക്കാതെ അയാൾ നീട്ടിപ്പാടി. ഒരു ദലം മാത്രം. ഡെയ്സിയുടെ മുഖം ലേശം ചുവന്നു. ജയദേവൻ അത് ശ്രദ്ധിക്കാതെ ചായ കുടിച്ചു. ഡോക്ടർക്ക് ഇവിടെ അടുക്കള ജോലിക്ക് ആരാ ഉള്ളത്? ആരുമില്ല. അല്ല, ഉണ്ടെങ്കിൽ ഉടനെ ഡിസ്മിസ് ചെയ്യണം. ഡെയ്സിയെ നോക്കി ജയദേവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഈ ചായ അത്ര ഗംഭീരമാണ്. ഡെയ്സിയുടെ മുഖം മഞ്ഞളിച്ചു. സോറി, അത് എൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സസ്പെൻഷൻ മതി. എന്തിനാ ഡോക്ടറെ ഈ സാധുവായ എന്നെ ഇത്തരമൊരു ചായ തന്ന് പീഡിപ്പിച്ചത്? അയാൾ ചായ വലിച്ചു കുടിച്ചു. ഡെയ്സിക്ക് ചിരി പൊട്ടി. എന്നിട്ട് കപ്പിലൊന്നും ബാക്കിയില്ലല്ലോ. അത് കപ്പിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അയാൾ ചായക്കപ്പ് തിരിച്ചു നീട്ടി. ഡെയ്സി അത് കയ്യിൽ വാങ്ങി. അപ്പോൾ ഞാൻ പോകട്ടെ? പോകാനിറങ്ങിയ അയാൾ തിരിഞ്ഞു നിന്നു. നമ്മുടെ ബീബാത്തുമ്മ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാറാണ്. പത്രമൊക്കെ കാണുന്നുണ്ടോ? ഉവ്വ്. അതോടെ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. ഇപ്പം ഡൽഹിയിലെ വീരന്മാർ ഓരോ ദിവസവും മനോധർമ്മം പോലെ ഓരോന്ന് വച്ചു കാച്ചുന്നു. ഏതായാലും ബീബാത്തുമ്മയുടെ നല്ല കാലം. രാജ്യദ്രോഹിയായ മകൻ്റെ രാജ്യസ്നേഹിയായ അമ്മയെന്ന് പറഞ്ഞ് അവരെ ആദരിക്കാൻ ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ജയദേവൻ ഡെയ്സിയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, ഡോക്ടർക്കിപ്പോൾ സന്തോഷമായല്ലോ അല്ലേ? ഡെയ്സിയുടെ കണ്ണുകൾ ചെറുതായി നിറയുമെന്ന് തോന്നി. അവൾ പണിപ്പെട്ട് അഭിമാനമോർത്ത് അത് നിയന്ത്രിച്ചു. നാളെ ചാർജ് എടുക്കില്ലേ എന്ന് വിചാരിക്കുന്നു. അത് കാണാൻ വരണമെന്നുണ്ട്. ജയദേവൻ പടിയിറങ്ങി. അയാൾ യാത്ര പറയുമെന്നും തിരിഞ്ഞു നോക്കുമെന്നും അവൾ പ്രതീക്ഷിച്ചു. ഉണ്ടായില്ല. പറഞ്ഞു വന്നത് പകുതിയിൽ നിർത്തി അയാൾ പോയി. ബൈക്ക് അകന്നു പോയപ്പോൾ ഡെയ്സി അമ്പരപ്പോടെ സിറ്റൗട്ടിൽ നോക്കി. ഒരു വലിയ ആൾക്കൂട്ടം അപ്രത്യക്ഷമായതുപോലെ ഒരു തോന്നൽ, ഒരു ശൂന്യത, നഷ്ടബോധം. ഒരാൾ പടിയിറങ്ങിപ്പോകുമ്പോൾ ഇത്രയ്ക്കൊരു നഷ്ടബോധം ഇന്നോളം താൻ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു. തിങ്കളാഴ്ച രാവിലെ ഡെയ്സി ചാർജ് എടുത്തു. വാഗമരങ്ങൾക്ക് കീഴിലുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾ ചെറുതായി ബലഹീനമായി. ജീസസ്, എങ്ങനെയാണ് അവരെന്നെ സ്വീകരിക്കാൻ പോകുന്നത്? ഭഗീരഥനും അരുൺകുമാറും ലീവായിരുന്നു. നേഴ്സുമാരും മറ്റ് ജീവനക്കാരും ഡെയ്സിയോട് സ്നേഹഭാവത്തിൽ തന്നെ പെരുമാറി. രോഗികളിൽ ചിലർ നിസ്സംഗത കാണിച്ചു, ചിലർ സന്തോഷം പ്രകടിപ്പിച്ചു. ജനറൽ വാർഡിൽ റൗണ്ട്സിന് ചെന്നപ്പോൾ ഡെയ്സിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ബീബാത്തുമ്മ കിടന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. പുതുതായി 4-5 രോഗികൾ എത്തിയിരുന്നു. അതിൽ അജയൻ എന്ന ചെറുപ്പക്കാരൻ ഒറ്റ നോട്ടത്തിലെ ഡെയ്സിയുടെ കണ്ണിൽ തടഞ്ഞു. ഹൃദയവാൽവിന് തകരാറാണ്. ഡോക്ടർ അരുൺകുമാർ എന്തുകൊണ്ടാണ് ആ രോഗിയെ ഇവിടെ പിടിച്ചു കിടത്തിയതെന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. കോട്ടയത്തേക്ക് റെഫർ ചെയ്യേണ്ടതായിരുന്നു. വന്ന അന്ന് തന്നെ. ഇപ്പോൾ വൈകി. ഇനി അങ്ങോട്ടയച്ചാലും അവിടെ വരെ എത്തും മുൻപ് ഒരു പക്ഷേ. ഡെയ്സിക്ക് വല്ലാത്ത വിഷമം തോന്നി. വെളുത്തു മെലിഞ്ഞ് താടിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അജയൻ. വയസ്സ് 32. കൂലിപ്പണിയാണ്. ഭാര്യയും 2 ചെറിയ കുഞ്ഞുങ്ങളും. 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഒക്കത്തും 4 വയസ്സുള്ള മകനെ കയ്യിലും പിടിച്ച് അനിതയെന്ന ആ പെൺകുട്ടി അജയൻ്റെ കട്ടിലിനോടൊട്ടി നിന്നു. 10-22 വയസ്സേ വരൂ. പ്രേമിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണെന്നേ ആദ്യം അറിഞ്ഞുള്ളൂ. ആരും സഹായത്തിനില്ല. ഡോക്ടറെ, ചേട്ടന് ഇപ്പോൾ കുറവുണ്ടോ? അവൾ ഇടയ്ക്കിടെ വന്ന് ചോദിക്കും. ഉച്ചയ്ക്ക് ഡെയ്സി പോകാനിറങ്ങിയപ്പോൾ അജയൻ്റെ അടുത്തുനിന്ന് പോകണമെന്ന് തോന്നി. അയാൾക്ക് ഓപ്പറേഷൻ വേണം. അതുകൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. ഈ ആശുപത്രിയിൽ അതിന് സൗകര്യമില്ല.
വലിയ ആശുപത്രിയിൽ പോകാൻ അവർക്ക് പണമുണ്ടാകുമോ? ഡെയ്സിക്ക് ആ വിവരം അവരോടും പറയാൻ തന്നെ വിഷമം തോന്നി. അവൾ ചെല്ലുമ്പോൾ അജയൻ തനിച്ചു കിടക്കുകയാണ്. ഇളയ കുഞ്ഞിനെ താഴെ കിടത്തിയിരുന്നു. മൂത്ത കുട്ടി അടുത്തിരിപ്പുണ്ട്. അജയൻ അവരെ നോക്കി ഒരു തളർച്ചയോടെ കിടക്കുന്നു. ഡെയ്സിക്ക് വല്ലായ്മ തോന്നി. അവളെ കണ്ടപ്പോൾ അജയൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോളൂ. ഭാര്യ എവിടെ? അമ്മ പണിക്ക് പോയതാ, താഴെയിരുന്ന മൂത്ത കുട്ടി വിളിച്ചു പറഞ്ഞു. അജയൻ്റെ മുഖം മഞ്ഞളിച്ചു. ഇതുവരെ അവളെ പണിക്ക് വിട്ടിട്ടില്ല ഡോക്ടറെ. പക്ഷേ ഇപ്പോൾ അയാൾ പെട്ടെന്ന് വെങ്ങിക്കരഞ്ഞു. ഡെയ്സിക്ക് നിസ്സഹായത തോന്നി. വിഷമിക്കാതെ, ഒക്കെ ശരിയാകും. കൊച്ചുങ്ങളുടെയും അവളുടെയും മുഖം കാണുമ്പോൾ ഒരു വിഷമം ഡോക്ടറെ. അയാൾ വിങ്ങി. എനിക്ക് ഹാർട്ടിന് അസുഖം അല്ലേ? അയാൾ ചോദിച്ചു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എനിക്ക് അന്നേരമേ തോന്നി. ഒരുപാട് സഹിച്ച ഹാർട്ടാ, കുഴഞ്ഞു കാണും. അയാൾ വേദനയോടെ ചിരിക്കാൻ ശ്രമിച്ചു. ഓപ്പറേഷൻ വേണ്ടിവരുമോ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. ആരും ഡോക്ടറോട് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ചാടിക്കടിക്കാൻ വരും. ഡോക്ടറായതുകൊണ്ട് ഒരു സമാധാനം. ഓപ്പറേഷൻ വേണ്ടിവരുമെങ്കിൽ പിന്നെ എൻ്റെ കാര്യം നോക്കണ്ട. ഞങ്ങൾക്ക് അതിനുള്ള കാശൊന്നുമില്ല. അയാൾ ഒന്ന് നെടുവീർപ്പിട്ടു. ഡെയ്സി വല്ലായ്മയോടെ അയാളെ നോക്കി. ഏതായാലും അവൾ അറിയണ്ട. അറിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല. കൊച്ചു മനസ്സാ, പിള്ളേരുടെ സ്വഭാവമാ. ഞാനില്ലെന്നറിഞ്ഞാൽ അവളെൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്ന്. അയാൾ വിങ്ങി. ഒത്തിരി ആശിച്ച് കല്യാണം കഴിച്ചതാ. പിരിയാൻ പറ്റത്തില്ലെന്ന് തോന്നിയപ്പം എല്ലാവരെയും വെറുപ്പിച്ച്. ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നതുപോലെ അയാൾ ഒരു നിമിഷം ഇരുന്നു. പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ പെട്ടെന്ന് 2 കൈയും കൂട്ടിപ്പിടിച്ച് തൊഴുതു. എന്നെ രക്ഷിക്കണം ഡോക്ടർ, എനിക്ക് ജീവിക്കണം. ഡെയ്സി അമ്പരന്നു പോയി. ജീവിച്ചു മതിയായില്ല ഡോക്ടറെ. എനിക്ക് 32 വയസ്സല്ലേ ഉള്ളൂ. ഇനിയും എത്ര നാൾ ജീവിക്കേണ്ടതാ? എൻ്റെ അനിയുടെ കൂടെ, എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ. അജയൻ ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത്. ഒരു കിതപ്പ് പോലെയായിരുന്നു അയാളുടെ സ്വരം. എന്നെ രക്ഷിക്കണം. എനിക്ക് കൂടുതൽ ആശയൊന്നുമില്ല. കുറച്ചുകൂടെ ജീവിക്കണം. ഒരു 5-6 വർഷം കൂടെ, അത്രയും മതി. കൂടുതൽ ചോദിക്കുന്നില്ല. ഡെയ്സിയുടെ ചുണ്ടുകളിൽ ഒരു വേദന നിറഞ്ഞ ചിരിയുണ്ടായി. പക്ഷേ അജയൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് പേടിയും തോന്നി. നീല നിറം ഇരച്ചു കയറുന്നുണ്ടോ? പെട്ടെന്ന് അവൾ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അജയന് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാനാ. മരുന്നുകൊണ്ട് മാറും, ഒന്നും പേടിക്കണ്ട. അജയൻ അമ്പരപ്പോട് നോക്കി. ഒക്കെ മാറും. 5-6 അല്ല 50 കൊല്ലം കൂടി ജീവിക്കാം. ജീവിക്കുമെന്ന് അജയൻ ഒരു തീരുമാനമെടുക്കണം. അത്രേ വേണ്ടൂ. അവൾ ചിരിച്ചു. ഓ, അത്രയും വേണ്ടായിരുന്നു. ഒരു 5-6 വർഷം, അജയൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മനസ്സുകൊണ്ട് തളരരുത്. തളർന്നാൽ തീർന്നു. ഡെയ്സി പറഞ്ഞു. എണ്ണപ്പെട്ട നിമിഷങ്ങൾ. പാവം, ഈ ചെറുപ്പക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്നെയും ബാധിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഡെയ്സി ഡോക്ടർ തിരിച്ചു വന്നയുടനെ ദാ ആ രോഗി മരിച്ചു. പക്ഷേ ഇപ്പോൾ തനിക്ക് എന്ത് സംഭവിച്ചാലും ആ പാവം രക്ഷപ്പെടട്ടെ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. പുറത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് ചിരിയും കരച്ചിലും വന്നു. ഒരു 5-6 വർഷം കൂടി മതിയെന്ന് ജീവിക്കാൻ. അവൾ തൻ്റെ മെലിഞ്ഞ കൈകളിലേക്ക് നോക്കി. ഹൃദയം നൊന്തു ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ ജീസസ്, എൻ്റെ കയ്യിൽ നീ എന്തേ കുറച്ചധികം വർഷങ്ങൾ തന്നുവിട്ടില്ല? അധ്യായം 10. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഡെയ്സിക്ക് അങ്കലാപ്പ് വർദ്ധിച്ചു വന്നു. അജയൻ്റെ സ്ഥിതി പരിതാപകരമാകുന്നു. ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും പതിവായി. എത്രയും വേഗം സർജറി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. എന്താണ് ചെയ്യുക? ഫ്രാൻസിസ് അച്ഛനെ കാണാൻ വേണ്ടി വീണ്ടും പള്ളിയിലേക്ക് ചെന്നു. കാര്യങ്ങൾ കേട്ടപ്പോൾ അച്ഛൻ ചിന്താവിഷ്ടനായി. അയാൾ സഭയപ്പെട്ട ആളല്ല, അല്ലയോ? ആയിരുന്നെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ വകുപ്പുണ്ടായിരുന്നു. ഇതിപ്പം സഭയ്ക്കകത്തുള്ളവർക്ക് തന്നെ സഹായം മതിയാകുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാന്യന്മാര് ബഹളം വയ്ക്കും. കർത്താവിൻ്റെ മുന്നിൽ അങ്ങനെ വേറുകൃത്യമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ലയൺസുകാരോ റോട്ടറിക്കാരോ സഹായിക്കുമോ ഫാദർ? ഇത്രയും തുകയ്ക്കോ? സംശയമാ. പിന്നെ എന്തു ചെയ്യും? കർത്താവ് എന്തെങ്കിലും ഒരു വഴി കണ്ടു കാണും, ഇല്ലാതിരിക്കുമോ? ഡെയ്സിയും അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. കർത്താവ് ഒരു വഴി കണ്ടു കാണും. അജയനെയും അനിതയെയും സഹായിക്കാൻ ഒരു വഴി. ആ വഴിയെപ്പറ്റി അന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ഒരു രൂപം കിട്ടി. ഡെയ്സിക്ക് ആശുപത്രിയിൽ OP കഴിഞ്ഞ് റൗണ്ട്സും കഴിഞ്ഞ് ഊണും കാത്തിരിക്കുമ്പോൾ കൂടിക്കിടന്ന പത്രങ്ങൾ മറിച്ചു നോക്കുകയായിരുന്നു അവൾ. വായനക്കാരുടെ സഹായം കൊണ്ട് അഷിതയ്ക്ക് പുതിയ കൈ എന്നൊരു തലക്കെട്ടും വാർത്തയും അവൾ കണ്ടു. ഡെയ്സിക്ക് അത് വായിച്ചപ്പോൾ പെട്ടെന്ന് താല്പര്യം തോന്നി. ഇതുപോലെ അജയനെ രക്ഷിക്കാൻ കഴിഞ്ഞാലോ? അവൾ അപ്പോൾ തന്നെ ഫോൺ എൻക്വയറിയിൽ വിളിച്ച് കേരളദേശം പത്രത്തിൻ്റെ നമ്പർ തപ്പിയെടുത്തു. ജയദേവനെ തന്നെ കിട്ടി. ഞാൻ ഡെയ്സിയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയാമോ എന്നെനിക്കറിയില്ല. പിന്നെയും സസ്പെൻഷനായെന്നാണോ? ജയദേവൻ ചിരിച്ചു. ഡെയ്സിയും. പരിഹസിക്കാതെ, വളരെ സീരിയസായ ഒരു കാര്യമാണ്.
എൻ്റെ ആശുപത്രിയിൽ ജനറൽ വാർഡിൽ ഒരു രോഗി വളരെ ക്രിട്ടിക്കലായി കിടക്കുന്നു. സർജറി വേണ്ട കേസാണ്. പക്ഷേ സർജറി ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല. ജയദേവൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിട്ടില്ലേ? ഇല്ല. ഒന്നാമത് ഞാനല്ല അയാളെ അഡ്മിറ്റ് ചെയ്തത്, ഡോക്ടർ അരുണാണ്. മാത്രമല്ല ഈ കണ്ടീഷനിൽ അയാളെ വിടുന്നതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് അറിയാവുന്ന രീതിയിൽ. ജയദേവൻ പൊട്ടിച്ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? അല്ല, ഡോക്ടറുടെ ഓരോ പിടിവാശിയെ നാട്ടുകാർക്ക് പണിയുണ്ടാക്കി വച്ചിട്ടേ അടങ്ങൂ. ഇടയ്ക്കിടെ ചെരുപ്പുമാല ഖൊരാവോ. നല്ല കാര്യം ചെയ്തിട്ട് ചെരുപ്പുമാല കിട്ടിയെന്ന് വെച്ച് എനിക്ക് വിഷമമൊന്നുമില്ല. ഡെയ്സിയുടെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു. പത്രത്തിലൊക്കെ അവശരായ രോഗികളെപ്പറ്റി വാർത്തയൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ വല്ലതും ഈ മനുഷ്യനെപ്പറ്റി? അല്ല, സഹായിക്കാൻ പറ്റുമെങ്കിൽ. ജയദേവൻ ആലോചിച്ചു. എൻ്റെ ഡോക്ടറെ, ഈ പത്രം എന്ന് പറയുന്നത്? ഡെയ്സി എന്ന് വിളിച്ചാൽ മതി. ഡെയ്സി പെട്ടെന്ന് പറഞ്ഞു. ഡെയ്സി എങ്കിൽ ഡെയ്സി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ജയദേവൻ നീട്ടിച്ചൊല്ലി. തമാശയല്ല, സഹായിക്കാൻ പറ്റുമോ എന്നറിയണം. പടമൊക്കെ വെച്ച് കൊടുക്കാൻ. പടം കൊടുക്കണോ? അത് വളരെ എളുപ്പമല്ലേ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നാൽ നിര്യാതരായി കോളത്തിൽ. ജയദേവൻ ചിരിച്ചു. ഡെയ്സിക്ക് കഠിനമായി അരിച്ചും വന്നു. സോറി, ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. വേണ്ട. ജയദേവൻ അത് പ്രതീക്ഷിച്ചില്ല. ഡോക്ടർ പിണങ്ങിയോ? ഏയ്, നിര്യാതരായി കോളത്തിൽ അടുത്ത കാലത്തെങ്ങും ആ പടം വരാതിരിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. സോറി. അവൾ ഫോൺ വെച്ചു. ഡെയ്സിക്ക് കഠിനമായ നിരാശയും സങ്കടവും തോന്നി. കാതുകളിൽ ജയദേവന്റെ ശബ്ദം മുഴങ്ങി നിന്നു. ഒരു വല്ലാത്ത നിരാശ. അത്രയ്ക്ക് ക്രൂരമായി സംസാരിക്കാൻ ജയദേവന് കഴിഞ്ഞല്ലോ എന്നതാണ് അവളെ വേദനിപ്പിച്ചത്. നിര്യാതരായി കോളത്തിൽ അജയന്റെ പടം. അവളുടെ മനസ്സിൽ അനിതയുടെയും 2 കുട്ടികളുടെയും ചിത്രം കൂടി തെളിഞ്ഞു. പകൽ മുഴുവൻ ഡെയ്സി ആ നിരാശയിലായിരുന്നു. ഉച്ചയ്ക്ക് അവൾ വീണ്ടും അജയന്റെ കട്ടിലിൻ്റെ അടുത്ത് ചെന്നു. അയാൾ അവശനായിരുന്നു. ഡെയ്സിയെ കണ്ടപ്പോൾ അയാൾ തളർന്ന കണ്ണുകളുയർത്തി ദൈന്യതയോടെ നോക്കി. അവൾക്ക് ഉള്ളു പിടച്ചു. ഒരു കുഞ്ഞിനോട് അമ്മയ്ക്കുള്ള വാത്സല്യം അവൾക്ക് തോന്നി. അനിത കട്ടിലിൻ്റെ തലയ്ക്കൽ മുഖം കുനിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഡെയ്സിക്ക് അവളുടെ മുഖത്തു നോക്കാൻ കൂടി കഴിഞ്ഞില്ല. പരിശോധന കഴിഞ്ഞ് തിരിച്ചു മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് കലശലായ കോപം തോന്നി. അതാരോടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചികിത്സിക്കാൻ പണമില്ലാത്ത അജയനോടോ, അയാളെ സ്നേഹിച്ച അനിതയോടോ, അവർക്ക് പിറന്ന 2 കുഞ്ഞുങ്ങളോടോ? മുറിയിൽ ചെന്നപ്പോൾ വാതിൽക്കൽ തോളിൽ ഒരു ബാഗുമായി ഒരു ചെറുപ്പക്കാരൻ കാത്തു നിന്നിരുന്നു. ഡെയ്സി ഡോക്ടറല്ലേ? ഒരു കത്ത് തന്നു വിട്ടു. അയാൾ നീട്ടിയ കവർ ഡെയ്സി പൊട്ടിച്ചു വായിച്ചു. ഡെയ്സി പറഞ്ഞ രോഗിയുടെ ചിത്രം എടുക്കാനും അയാളോട് സംസാരിക്കാനും ഒരു ലേഖകനെ അയക്കുന്നു. രാഷ്ട്രീയം, ലോകകപ്പ്, വാർത്തകളുടെ തിരക്കാണിപ്പോൾ. അതിനിടെ ഇത്തരം കഥനകഥകൾക്ക് സ്ഥലം കണ്ടെത്താൻ പ്രയാസമാണ്. എങ്കിലും ശ്രമിക്കാം. സസ്നേഹം, ജയദേവൻ. ജയദേവൻ അയച്ചയാളെ അതുവഴി പോയ ഒരാളോടൊപ്പം അജയന്റെ വാർഡിലേക്ക് അയച്ച ശേഷം തൻ്റെ കസേരയിൽ ചെന്നിരുന്ന് ആ കത്ത് ഒരിക്കൽ കൂടി വായിച്ചപ്പോൾ ഡെയ്സിയുടെ മനസ്സ് പെട്ടെന്ന് തണുത്ത് ശാന്തമായി. തനിക്ക് ആരോടായിരുന്നു, എന്തിനോടായിരുന്നു ദേഷ്യമെന്ന് മനസ്സിലാകുകയും ചെയ്തു. ദേഷ്യം തൻ്റെ അഭ്യർത്ഥന ജയദേവൻ നിരസിച്ചതുകൊണ്ടായിരുന്നു. പക്ഷേ ആരോട്? ജയദേവനോടോ, തന്നോടോ? തനിക്ക് ദേഷ്യം തോന്നാൻ ഇടവരുത്തിയ ജയദേവനോട്. ഡെയ്സി അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. ആ മനുഷ്യനോട് ദേഷ്യം തോന്നുന്നത് തനിക്ക് സങ്കടകരമാണ്. പിറ്റേന്നത്തെ പത്രത്തിൽ വലിയൊരു ചിത്രം കണ്ടു. കണ്ണുകളിൽ ദൈന്യതയോടെ അജയൻ, അരികിൽ അനിത, 2 കുട്ടികൾ. ഇന്ന് ലോകാരോഗ്യ ദിനം എന്ന് തലക്കെട്ട്. താഴെ മൂർച്ചയുള്ള വാചകങ്ങൾ. ഇടുക്കിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന കുടുംബം. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല. ധനികൻ ദിനങ്ങൾ ആഘോഷിക്കുന്നു, ദരിദ്രൻ അത് എണ്ണിത്തീർക്കുന്നു. ഡെയ്സി വീണ്ടും വീണ്ടും ആ വാചകങ്ങൾ വായിച്ചു. അവൾക്ക് ഒരു വല്ലാത്ത സന്തോഷം തോന്നി. വൈകിട്ടായപ്പോൾ 1-2 പേർ അവളെ കാണാനെത്തി. ആ രോഗിക്ക് ഒരു ചെറിയ സഹായം. നേരിമംഗലത്തെ ഒരു പ്ലാന്ററുടെ വീട്ടിൽ നിന്ന് വിളി വന്നു. അയാളുടെ യാത്രാ ചെലവ് ഞാൻ വഹിച്ചോളാം. 1-2 സന്നദ്ധ സേവന സംഘടനകളും സഹായ വാഗ്ദാനവുമായി എത്തി. കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും 2 സ്വകാര്യ ആശുപത്രിക്കാർ ചികിത്സാ ചെലവിൽ ഇളവ് നൽകാമെന്ന് സമ്മതിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ജയദേവൻ വിളിച്ചു. നാളെ വെളുപ്പിനെ അയാളെ കൊണ്ടുപോകാൻ വണ്ടി വരും. എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ തന്നെ സർജറി നടത്താം. അതിരാവിലെ അജയനെയും കുടുംബത്തെയും യാത്രയയക്കാൻ ഡെയ്സി ആശുപത്രിയിലെത്തി. ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അജയൻ പതിയെ കൈ ഉയർത്തി ഡെയ്സിയെ തൊഴുതു. അനിത ഡെയ്സിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. വിങ്ങിപ്പൊട്ടുന്ന അവളെ ഡെയ്സി സമാധാനിപ്പിച്ചു. പോയി വരൂ, എല്ലാം ശരിയാകും. അനിതയുടെ കയ്യിലിരുന്ന ഇളയ കുട്ടി
കയ്യെത്തി അവളെ തൊടാനാഞ്ഞു. ഡെയ്സി ആ കുഞ്ഞു കൈകളിൽ ഒരു ഉമ്മ കൊടുത്തു. ആംബുലൻസിൻ്റെ ജനാല ചില്ലിലൂടെ മൂത്ത കുട്ടിയുടെ മുഖം കാണാമായിരുന്നു. വിടർന്ന കണ്ണുകൾ. വണ്ടി നീങ്ങിയിട്ടും അകന്നു പോയിട്ടും കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടും ആ മുഖം ഡെയ്സി കണ്ടുകൊണ്ടിരുന്നു. അച്ഛൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലാണെന്നറിയാത്ത, ജീവിതം എന്തെന്നും മരണം എന്തെന്നും അറിയാത്ത ഒരു 4 വയസ്സുകാരിയുടെ പളുങ്ക് കണ്ണുകൾ. ഡെയ്സിക്ക് സ്വന്തം കണ്ണുകൾ നിറയുന്നത് അറിയാമായിരുന്നു. മൂവാറ്റുപുഴയിലെ പതിവ് സങ്കേതത്തിലേക്ക് അലക്സ് വീണ്ടും വിളിച്ചപ്പോൾ ജാസ്മിൻ പ്രതിഷേധിച്ചു. വേണ്ട അലക്സേ, ഇപ്പം തന്നെ ഡെയ്സി ചേച്ചി അറിഞ്ഞോ? എപ്പോഴാ അമ്മച്ചിയോട് പറയുന്നതെന്ന് അറിയുകയില്ല. എങ്ങാനും അപ്പച്ചൻ അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അവസാനമാ. ഓ, എന്നായാലും അറിയണം. അലക്സ് ഒരു സിഗരറ്റ് കത്തിച്ച് അവളുടെ മുഖത്തേക്ക് പുകയൂതി. എന്നാലും അലക്സിന് അറിയുകയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം തന്നെ ആകെ പ്രശ്നത്തില്ല. ഡെയ്സി ചേച്ചിയുടെ പ്രശ്നം ഒരു വശത്ത്, റോസി ചേച്ചിയുടെ പ്രശ്നം ഒരു വശത്ത്. അവസാനം സ്ത്രീധനം പോരാന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാർ എന്നെ തള്ളിപ്പറയും. അപ്പം പിന്നെ അലക്സും കാലും മാറും. എനിക്കറിയാം. പിന്നെ നിനക്ക് വേറെന്തൊക്കെ അറിയാം? അയാൾ വീണ്ടും പുകയൂതി. എനിക്കിതാ നിന്നോടുള്ള ഇഷ്ടം. എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലോ ഒന്നും അറിയാത്ത ചില പിള്ളേരുടെ മട്ട. ജാസ്മിൻ അയാളെ പ്രണയപൂർവ്വം നോക്കി. എപ്പോഴും തമാശയും പറഞ്ഞിരുന്നോ? അയാൾ പോയി വാതിലടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അവൾ ചുറ്റും നോക്കി. ഈ ലോഡ്ജ് അലക്സിൻ്റെ ആരുടെയാണെന്നാ പറഞ്ഞേ? ബന്ധത്തിലുള്ള ഒരു അമ്മാച്ചൻ്റെ. എന്നാ? അല്ല, വല്ല റെയ്ഡോ പരിശോധനയോ? അലക്സ് ഒന്നും പറഞ്ഞില്ല. നീ പറഞ്ഞപ്പം ഞാൻ തമാശയായിട്ടെടുത്തെന്നുള്ളത് നേരെ. പക്ഷേ സംഗതി സത്യമാ. കുറച്ച് സീരിയസ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കൈവിട്ടു പോകും. ജാസ്മിൻ വിഹലയായി. അലക്സ് എന്നാ ഈ പറയുന്നേ? ഡെയ്സി ചേച്ചി വിചാരിച്ചാൽ എല്ലാം നേരെയാകും. ജാസ്മിൻ്റെ മുഖം മങ്ങി. കാര്യം എന്തോ പറഞ്ഞാലും അവർക്ക് നല്ല പേരാ. ഇപ്പോഴാണേൽ പുറത്തൊക്കെ അന്വേഷിക്കണം. രോഗികൾക്ക് എന്തൊരു കാര്യമാ. അവരുടെ ഞങ്ങളുടെ ആശുപത്രിയിൽ വന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പനും അമ്മയും സമ്മതിക്കുകയും ചെയ്യും. സ്ത്രീധന കാര്യത്തിൽ പരിഹാരമാകുകയും ചെയ്യും. ഓ, എനിക്കെങ്ങും വയ്യ ചേച്ചിയോട് പറയാൻ. അന്ന് നമ്മളെ വഴി കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതെ, പിന്നെ ഞങ്ങളത്ര രസത്തിലല്ല. അലക്സ് കട്ടിലിൽ വന്ന് അവളുടെ അടുത്തിരുന്നു. ചുമലിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. വേണ്ട. ജാസ്മിൻ പതിയെ കുതറിമാറി. ഓരോ പഞ്ചാര വർത്തമാനം പറഞ്ഞ് എന്നെ വെറുതെ ആശിപ്പിച്ചിട്ട്. വേണ്ട. അലക്സ് എല്ലാരെയും പോലെ തന്നെ എനിക്കറിയാം. നിനക്ക് കുറേ അറിയാം. അയാൾ അവളുടെ വയറ്റിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി ഇക്ലിയിട്ടു. ജാസ്മിൻ ചാടി എഴുന്നേറ്റ് ബാഗ് എടുത്തു. വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. കൂടുതൽ കളിക്കണ്ട. അലക്സ് അതിലും വേഗത്തിൽ ചാടി എഴുന്നേറ്റ് അവളെ പുണർന്നു. നീ കുറെ പിണങ്ങിപ്പോകും. ഞാൻ പുറകെ വന്ന് തൂക്കിയെടുത്ത് ഇങ്ങോ കൊണ്ടുപോരും. നിന്റെ ശവപ്പെട്ടി പറയിച്ചൻ എങ്ങാനും തടഞ്ഞാൽ. അലക്സ് എന്നെ വിടുന്നുണ്ടോ? ജാസ്മിൻ പരിഭവം വിടാതെ ചോദിച്ചു. പെട്ടെന്ന് അലക്സ് വിട്ടു. പൊയ്ക്കോ, ഞാൻ തടയുന്നില്ല. അപ്പോൾ ജാസ്മിൻ്റെ മുഖം വാടി. പൊയ്ക്കോ, നടന്നു പോകാമോ? അതോ ഞാൻ കാറിൽ കൊണ്ടുവിടണോ? അയാൾ എഴുന്നേറ്റു. സിഗരറ്റ് ദൂരെ എറിഞ്ഞു. കാറിൻ്റെ കീ എടുത്തു. അതല്ല അലക്സേ, എനിക്കെന്തോ ഒരു വല്ലായ്മ. നമ്മളെങ്ങനെ? എങ്ങനെ? അലക്സ് ശോഭിച്ചു. ഇപ്പോൾ 2 തവണ നമ്മൾ ഇതേ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞില്ലേ? ഇതുവരെ നിനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അലക്സ് ആണല്ലാത്തതുകൊണ്ടാണ് അതെന്ന് നീ കരുതുന്നുണ്ടോ? ജാസ്മിൻ്റെ മുഖത്ത് കുറ്റബോധം പരന്നു. അതല്ല, നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്ന്. ഇപ്പോൾ ജാസ്മിൻ്റെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞു. അലക്സ്, ഞാൻ പറഞ്ഞോട്ടെ? എനിക്കൊന്നും കേൾക്കണ്ട ജാസ്മിൻ. നമുക്ക് പിരിയാം. പെണ്ണ് കാണാൻ വന്നു, നിന്നെ ഇഷ്ടപ്പെട്ടു. പിരിയാൻ വിഷമം തോന്നി. നിന്റെ ചേച്ചി വിചാരിച്ചാൽ ഈ കല്യാണം നടക്കും. അത്രയുള്ളൂ. അയാൾ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ പെട്ടെന്ന് ഉമ്മ വെച്ചു. വാ പോകാം. ജാസ്മിൻ്റെ പ്രതിരോധം പെട്ടെന്ന് തകർന്നു. വേണ്ട. അലക്സ് എന്നോട് പിണങ്ങിയിട്ട് നമുക്ക് പോകണ്ട. അലക്സ് തിരിഞ്ഞു നിന്നു. വേണ്ടേ? ജാസ്മിൻ പതിയെ കണ്ണീർ തുടച്ചു. വേണ്ട. അലക്സ് കീ മേശപ്പുറത്തേക്കെറിഞ്ഞു. എന്നാൽ നമുക്ക് പോകണ്ട. അയാൾ സന്തോഷത്തോടെ ചിരിച്ചു. എനിക്കറിഞ്ഞൂടെ നീ വഴിക്ക് വരുമെന്ന്. നീ മാത്രമല്ല, നിന്റെ ഡെയ്സി ചേച്ചിയും. കരടിപ്പാറയിലെ ഞങ്ങളുടെ ആശുപത്രിയിൽ അവർ വരും. ഡോക്ടറാകും. അപ്പോൾ ഞാനോ? ജാസ്മിൻ നാണത്തോടെ ചോദിച്ചു. അലക്സ് അവളെ ഏറുകണ്ണിട്ട് നോക്കി. നീയോ? അയാൾ പതിയെ ചിരിച്ചു. അപ്പോൾ നീ എൻ്റെ. ലേശം നാടകീയമായി അയാൾ നിർത്തി. പിന്നീട് ജാസ്മിനെ മുറുകെ പുണർന്ന് അവളുടെ ചെവിയിൽ പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ തള്ള. ജാസ്മിൻ നാണിച്ച് പൂത്തുലഞ്ഞു. അധ്യായം 11. ഉച്ചയ്ക്ക് 2:30 മണി കഴിഞ്ഞിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് നടക്കുകയായിരുന്നു ഡെയ്സി. ശമ്പളം കിട്ടിയ ദിവസമാണ്. സസ്പെൻഷൻ കാലത്തേതുൾപ്പെടെ 2 മാസത്തെ ശമ്പളം ഒന്നിച്ചാണ് കയ്യിൽ കിട്ടിയത്. പിടുത്തമെല്ലാം കഴിഞ്ഞ് 16,000. 3,000 രൂപ ഫ്രാൻസിസ് അച്ഛന് കടമുണ്ട്. പിന്നെ 2,000-ൻ്റെ 2 ചിട്ടികൾ. 2 മാസമായി അത് മുടങ്ങിക്കിടക്കുന്നു.
ജാസിയുടെ കല്യാണം എങ്ങാനും ഒത്തുവന്നാൽ പെട്ടെന്നൊരാവശ്യത്തിന് അതേയുള്ളൂ. ജാസിയുടെ കാര്യമോർത്തപ്പോൾ അവൾക്ക് പെട്ടെന്ന് നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു. ജീസസ്, അത് വേഗം നടത്തണം. വഴിതെറ്റി നടക്കില്ലായിരിക്കും അവൾ. പക്ഷേ അങ്ങനെ അന്ധമായി വിശ്വസിച്ച് സമാധാനപ്പെടാൻ കഴിയില്ല. ആ കല്യാണ ആലോചനയുടെ കാര്യം അമ്മച്ചിയോട് പറയണം. വീട്ടിൽ പോയിട്ട് 2 മാസം കഴിയുന്നു. അന്ന് ഇറക്കി വിട്ടതിൽ പിന്നെ പോയിട്ടില്ല. ചെല്ലണമെന്നുണ്ട്. പക്ഷേ ചെന്നാൽ വീട്ടിലൊന്നു പോയാലോ എന്ന് ഡേസി ഫ്രാൻസിസ് അച്ഛനോട് അഭിപ്രായം ചോദിച്ചതാണ്. ഓ, നിന്നെ തല്ലിയിറക്കി വിട്ടതല്ലേ, ഇനി ഇങ്ങോട്ട് വരട്ടെ. പെണ്ണുങ്ങളായാൽ ലേശം ഉശിരൊക്കെ വേണം ഡേസി, വാശി വേണം. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടുമില്ലെന്ന്. ഡേസി പിന്നെയും കുഴങ്ങി നിൽക്കുന്നത് കണ്ട് അച്ഛൻ തീർച്ച പറഞ്ഞു. പിന്നെ വറീച്ചനും ത്രേസ്യാമ്മയുമല്ലയോ, ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വന്ന് എതിരേറ്റോണ്ട് പോകും. എനിക്കറിയാത്തതല്ലോ. അത് ശരിയാണെന്ന് ഡേസിക്ക് അറിയാമായിരുന്നു. വീട്ടിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വരും. ഒന്നുകിൽ അപ്പച്ചൻ, അല്ലെങ്കിൽ അമ്മച്ചി, അതുമല്ലെങ്കിൽ ആങ്ങളമാർ. ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ മുറ്റത്തും പരിസരത്തും രോഗികൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മേൽ കഴുകി വസ്ത്രം മാറി വന്നയുടനെ ഡേസി പരിശോധന തുടങ്ങി. 7-മത്തെയോ 8-മത്തെയോ ആളെ നോക്കുമ്പോഴാണ് വശത്തെ ജനാലയിൽ മുട്ടി വിളിക്കുന്നത് കേട്ടത്. നോക്കുമ്പോൾ ടോമി. എന്താടാ? ഡേസി വേഗം എഴുന്നേറ്റ് ചെന്നു. അമ്മച്ചിക്ക് വയ്യ, വൈകിട്ടൊന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അയ്യോ, എന്തുപറ്റി? തലയ്ക്ക് പെരുപ്പ്, കിടക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഡേസിക്ക് വേവലാതിയായി. ഈ പേഷ്യൻസിനെ വിട്ടിട്ട് വന്നാൽ മതിയോ ടോമി? മതി. എന്നാൽ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. രോഗികളെ നോക്കി വിട്ടപ്പോൾ മണി 6:30 കഴിഞ്ഞു. ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയത്. നടക്കല്ല് കയറി ചെല്ലുമ്പോൾ അപ്പച്ചൻ തിണ്ണയിലിരിക്കുന്നുണ്ട്. ഡേസിയെ കണ്ടപ്പോൾ മുഖമുയർത്തി ഒന്ന് നോക്കി. പിന്നെ ആ ഇരിപ്പ് വീണ്ടും ഇരുന്നു. പഴയ ദേഷ്യം മുഖത്ത് കണ്ടില്ല. ഡേസി പതിയെ വീട് ചുറ്റി പിൻഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാത്തിനാ ആ വഴി പോകുന്നത്? ഇതുവഴി കയറിക്കൂടായോ നിനക്ക്? വറീച്ചൻ തലയുയർത്താതെ ചോദിച്ചു. അപ്പച്ചൻ തണുത്ത മട്ടിലാണ് എന്ന് ഡേസിക്ക് മനസ്സിലായി. അവളുടെ മനസ്സിൽ ആപൽ ശങ്ക തോന്നി. പക്ഷേ അവൾ അടുക്കള ഭാഗത്തുകൂടി തന്നെയാണ് പോയത്. ചെല്ലുമ്പോൾ അടുക്കളയ്ക്ക് പുറത്തെ ചെറിയ അരഭിത്തിയിലിരുന്ന് അമ്മച്ചി കപ്പ മുറിക്കുന്നു. ശബ്ദം കേട്ട് അവർ തലയുയർത്തി ഒന്ന് നോക്കി. പെട്ടെന്ന് മുഖം താഴ്ത്തി. മുഖമുയർത്താതെ പതുക്കെ അന്വേഷിച്ചു. നീയായിരുന്നോ? നേരം വൈകിയപ്പം ഞാൻ വിചാരിച്ചു ഇനി വരികയല്ലെന്ന്. ഡേസി ഒന്നും പറഞ്ഞില്ല. വരാന്തയിൽ കയറി അമ്മച്ചിയുടെ അടുത്ത് നിന്നു. അമ്മച്ചിക്കെന്താ അസുഖമാണെന്ന് പറഞ്ഞത്? അവൾ അന്വേഷിച്ചു. ഓ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഡേസി ബാഗിൽ നിന്ന് സ്റ്റെത്തെടുത്തു. അപ്പുറത്തോട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. ത്രേസ്യാമ്മ താല്പര്യമില്ലാത്തതുപോലെ അവിടെ തന്നെ ഇരുന്നു. ഓ, നോക്കുന്നു. നീ വേറെ പണി നോക്ക് ഡേസി. എന്നെ ഇനിയിപ്പം കുഴൽ വെച്ച് നോക്കാത്തതിൻ്റെ കേടാ. അവർ ചട്ടയുടെ മേൽ തോളിൽ അലസമായിട്ടിരുന്ന തോർത്തെടുത്ത് മൂക്കു തുടച്ചു. എൻ്റെ ദീനമൊക്കെ എനിക്കറിയാം. അത് മാറണേൽ ഇനി ഒരു ഡോക്ടർ വിചാരിക്കണം, കർത്താവ്. അമ്മച്ചിയുടെ സ്വരത്തിലെ ഒരു പരാജയഭാവം ഡേസിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഞാനീ നേരത്ത് ഇത്രയും വിഷമിച്ച് ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. ഡേസി അമ്മച്ചിയോട് ചേർന്ന് അരഭിത്തിയിലിരുന്നു. ഇനി ഞാൻ പരിശോധിച്ചാൽ അമ്മച്ചിക്ക് എന്തെങ്കിലും വന്നു പോകുമെന്ന് പേടിച്ചാണേൽ വേണ്ട. നമുക്ക് വേറെ ഡോക്ടറെ പോയി കാണാം. ത്രേസ്യാമ്മ തലയുയർത്തി അവളെ നോക്കി. ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. അവർ അകത്തേക്ക് ചെന്ന് കട്ടിലിൽ കിടന്നു. ഡേസി സ്റ്റെത്ത് വെച്ച് നെഞ്ചെടുപ്പ് പരിശോധിച്ചു. പൾസ് നോക്കി. പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായി അവൾക്ക് തോന്നിയില്ല. എന്നാന്നറിയില്ല. ഇടയ്ക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പം തലയ്ക്കൊരു പെരുപ്പ്. ഡേസി BP അപ്പാരറ്റസ് എടുത്ത് പ്രഷർ നോക്കി. അത് നോർമൽ. കണ്ണിൽ രക്തക്കുറവ് കണ്ടില്ല. രക്തമോ വല്ലോ പരിശോധിക്കണമായിരിക്കും, ത്രേസ്യാമ്മ പറഞ്ഞു. ഡേസി BP അപ്പാരറ്റസും സ്റ്റെത്തും തിരിച്ച് ബാഗിനുള്ളിൽ വെച്ചു. നാളെ ഉച്ചകഴിഞ്ഞ് ടോമിയോട് ഒന്ന് ആശുപത്രി വരെ വരാൻ പറ. ഞാൻ മരുന്ന് കൊടുത്തുവിടാം. പേടിക്കാനൊന്നുമില്ല. വെറുതെ അമ്മച്ചി ആദി പിടിച്ചതാ. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന ത്രേസ്യാമ്മ പെട്ടെന്ന് വിതുമ്പി. ആദിന്ന് പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് ആദി കാണത്തില്ലയോ? ഇവിടെ എത്ര വയറ് വെച്ച് വിളമ്പണം? നീ തരുന്നതുകൊണ്ടല്ലയോ ഇവിടുത്തെ ചെലവ്? നിന്നോടാണെങ്കിൽ 2 മാസമായിട്ട് ചോദിക്കാനും മേല. നിന്റെ സ്ഥിതി ഓർക്കുമ്പം. അവർ കണ്ണു തുടച്ച് ഡേസിയെ നോക്കി. ശമ്പളം വല്ലതും കിട്ടിയായിരുന്നോ നിനക്ക്? ഡേസിക്ക് എന്തുകൊണ്ടോ മനസ്സിടിഞ്ഞു. വേറൊന്നും അമ്മച്ചി ചോദിച്ചില്ലല്ലോ എന്ന സങ്കടം. നീ എന്താടി കൊച്ചെ, ക്ഷീണിച്ചു പോയല്ലോ. അമ്മച്ചിയും അപ്പച്ചനും വല്ലതും പറഞ്ഞാൽ തന്നെ നിനക്കിങ്ങോട്ട് വരാൻ മേലായിരുന്നോ? ഇവിടുള്ളവരെന്താ നിനക്ക് അന്യന്മാരാണോ? അങ്ങനെ എന്തെങ്കിലും. ഡേസി ഉള്ളിലുള്ള വിഷമം മറച്ചു പിടിച്ച് ബാഗ് തുറന്ന് അമ്മച്ചിക്ക് കൊടുക്കാൻ മാറ്റിവെച്ച നോട്ടുകളെടുത്തു. ഇന്ന് ശമ്പളം കിട്ടി. കിട്ടിയോ? ത്രേസ്യാമ്മ ചാടി എഴുന്നേറ്റു. ഡേസി നീട്ടിയ നോട്ടുകൾ അവർ തട്ടിപ്പറിക്കുന്നത് പോലെ വാങ്ങി. കർത്താവായ തമ്പുരാനെ, നിന്റെ കൃപ.
ജാസ്മിന് പട്ടുസാരി വാങ്ങിയതിൻ്റെ കുറച്ച് കുടിച്ചുക നിൽപ്പുണ്ട്. അതവർ വന്ന് ചോദിക്കുകയും ചെയ്തു. അതെങ്ങനെ കൊടുക്കുമെന്നും വിചാരിച്ച് നിന്നപ്പോഴാ, എൻ്റെ കർത്താവേ, നിനക്ക് ഞാനൊരു തിരി കത്തിച്ചേക്കാമേ. അവർ പൈസ വാങ്ങി വേഗം മടിയിൽ തിരികി. നിനക്കെന്നതാ വേണ്ടത്? കാപ്പിയോ ചായയോ? ഒന്നും വേണ്ട, എനിക്ക് പോകണം. ഓ, അല്ലേലും നിനക്കിവിടുത്തെ സൗകര്യങ്ങളൊന്നും ബോധിക്കത്തില്ല. വന്നാൽ ഉടനെ പോകണം. അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ടമ്മച്ചേ. ത്രേസ്യാമ്മ വേഗം ചായ കൂട്ടാനുള്ള ഒരുക്കം തുടങ്ങി. നീ അപ്പുറത്തോട്ട് ചെന്ന് അപ്പച്ചനോട് വല്ലോം മിണ്ടുകയും പറയുകയും ചെയ്യുക. ഡെയ്സി ബാഗ് തുറന്ന് അപ്പച്ചനായി മാറ്റിവെച്ച പൈസ എടുത്തു. മിണ്ടുന്നതും പറയുന്നതും ഇതിനു വേണ്ടിയാണെന്ന് അവൾക്കറിയാം. ഡെയ്സി മുൻവശത്തെ വരാന്തയുടെ വാതിൽക്കലേക്ക് നടന്നു. അവളെ കാത്തിരുന്നതുപോലെ വറീച്ചൻ ചാഞ്ഞു നോക്കി. നീ എന്താടി അവിടെ മിണ്ടാതെ നിൽക്കുന്നേ? ഡെയ്സി ഒന്നും മിണ്ടാതെ നോട്ടുകളെടുത്ത് അപ്പച്ചൻ്റെ കസേരയ്ക്കടുത്തുള്ള ടീപ്പോയിൽ കൊണ്ടുവച്ചു. നോട്ടുകൾ കണ്ടപ്പോൾ വറീച്ചൻ താൽപ്പര്യത്തോടെ കൈനീട്ടിയെടുത്തു. നന്നായി, ഇന്ന് കട തുറന്നില്ല. തടിക്ക് കുറച്ച് അഡ്വാൻസ് കൊടുക്കണം. അതിപ്പം എവിടുന്നുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. തൽക്കാലം 5000 മതി. നിന്റെ കയ്യിൽ കാണുമല്ലോ അല്ലയോ? തടിയെടുത്ത് പെട്ടിയുണ്ടാക്കിയാൽ 2 ആഴ്ചയ്ക്കകം തിരിച്ചെടുക്കാം. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. വറീച്ചൻ തിരിഞ്ഞ് അവളെ നോക്കി. എന്നത്തേക്ക് കാണും? എൻ്റെ കയ്യിൽ എവിടുന്ന അപ്പച്ച? അവളുടെ സ്വരം ഏറിനായി. എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് അപ്പച്ചൻ അറിയാത്തതല്ലല്ലോ. ഒരു ചിട്ടി വച്ചതിൻ്റെ ബാക്കി മുക്കാലും ഇവിടെ തന്നെ തരുന്നില്ലേ? ഓ, വറീച്ചൻ്റെ മുഖം കൂടി. ജീവിക്കാൻ അറിയണമെടി. ഓരോ ഡാക്ടർമാർ 2 നില മാളിക വയ്ക്കുന്നു, കാറ് വാങ്ങിക്കുന്നു. കാണുന്നുണ്ടോ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. അവൾ പതിയെ അകത്തേക്ക് വലിഞ്ഞു. അപ്പോഴേക്ക് ത്രേസ്യാമ്മ വലിയ കുപ്പി ഗ്ലാസ്സിൽ ചായ കൂട്ടിക്കഴിഞ്ഞിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമിച്ചായൻ കയറി വന്നു. വന്നല്ലോ, ഇവൻ 2-3 ദിവസമായി നിന്നെ കാണണമെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്താ കാര്യം? ഞാൻ ദാ വരുന്നു. വിശദമായിട്ട് പറയാനുള്ളതാ. റോമി കയ്യിലിരുന്ന പൊതികളും ചെറിയ ബാഗുമായി അകത്തേക്ക് പോയി. ഞാൻ പോവുക റോമിച്ചായ. ഞാൻ കൊണ്ടുവിടാൻ ഡെയ്സി. അകത്ത് നിന്ന് റോമി വിളിച്ചു പറഞ്ഞു. ഡെയ്സി ചായ സാവകാശം കുടിച്ചു തീർത്തു. അപ്പോഴേക്ക് പാൻസ് മാറ്റി മുണ്ടുടുത്ത് റോമി ഇറങ്ങി വന്നു. വാ, ഞാൻ കൊണ്ടുവിടാം. അച്ചായൻ്റെ മുടി മുൻവശത്ത് ലേശം കൊഴിഞ്ഞു തുടങ്ങിയെന്ന് ഡെയ്സി കണ്ടു. 30-ലേറെ വയസ്സായി. അച്ചായന് ഇനിയും സ്ഥിര ജോലി പോലും ആയിട്ടില്ലെന്ന് ഡെയ്സി ഓർത്തു. അച്ചായൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഓരോ കരയെടുത്തു കഴിഞ്ഞു. അച്ചായൻ മാത്രം ഇപ്പോഴും പള്ളിപ്പാട്ടും ചിട്ടിപ്പെരിവുമായും നടക്കുന്നു. ഇരുട്ട് വീണ നടപ്പാതയിലൂടെ റോഡിലേക്ക് കയറുമ്പോൾ ഡെയ്സി ചോദിച്ചു, അച്ചായന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? റോമി ഒന്നും പറയാതെ കുറച്ച് മുന്നോട്ട് നടന്നു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേര്യമംഗലം ജംഗ്ഷൻ്റെ അപ്പുറത്ത് പുതുതായി പണിയുന്ന കെട്ടിടം. ഉവ്വ്, അത് ഒരു മെഡിക്കൽ സ്റ്റോറും ലാബും ഒക്കെ കൂടിയുള്ള കോംപ്ലക്സാ. ഓഹോ, എനിക്കറിയില്ലായിരുന്നു. റോമി നിശബ്ദനായി കുറച്ചുകൂടി നടന്നു. അടുത്ത മാസം അവസാനം ഉദ്ഘാടനമാ. ചിലപ്പം അവിടെ എനിക്കൊരു ജോലി കിട്ടും. നല്ല കാര്യം. ഡെയ്സിക്ക് സന്തോഷം തോന്നി. പക്ഷേ നീ പറയണം. ഞാനോ? ഡെയ്സി അമ്പരന്നു. അവർ പറഞ്ഞത് ഡെയ്സി ഡോക്ടർ പറഞ്ഞാൽ ജോലി തരാമെന്ന. മാസം 8000 രൂപ ശമ്പളം. ഡെയ്സിയുടെ നാവടഞ്ഞു പോയി. ലാബും മെഡിക്കൽ സ്റ്റോറും. അവിടെ ഡെയ്സി ഡോക്ടർ പറഞ്ഞാൽ ആങ്ങളയ്ക്ക് ഇത്രയും രൂപ ശമ്പളത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. നീ എന്താ ഒന്നും പറയാത്തത്? ഡെയ്സി അറിയാതെ നെടുവീർപ്പിട്ടു. ഞാൻ എന്തു പറയാനാ? അതൊന്നും ശരിയാകില്ല റോമിച്ചായ. അതൊരു കുടുക്ക. അവരുടെ മെഡിക്കൽ സ്റ്റോറിലേക്കും ലാബിലേക്കും ആളെ വിടാനുള്ള പണിയാ. വേണ്ട. ഡെയ്സി സങ്കടത്തോടെ ചിരിച്ചു. ഇവിടുത്തെ ആശുപത്രിയിൽ വരുന്ന ആളുകളെ അച്ചായൻ കണ്ടിട്ടില്ലേ? പാവങ്ങൾ. 3 നേരം ഭക്ഷണം കഴിച്ചാൽ മാറുന്ന അസുഖമേ ഉള്ളൂ 3/4 പേർക്കും. റോമിക്ക് ദേഷ്യം വന്നെന്ന് തോന്നി. നിനക്ക് പറയാമെങ്കിൽ പറ. അല്ലേൽ പിന്നെ ഞാൻ എന്നും പള്ളിക്കൊയറും ചിട്ടിയുമായിട്ട് നടന്നോളാം. വേറൊരു ജോലി ശരിയാകും റോമിച്ചായ. ഓ. റോമി റോഡിൽ നിന്നു. ദൂരെ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു. ഇതിൽ കയറ്റി വിട്ടാൽ പോരായോ? ഡെയ്സി ചിരിച്ചു. മതി. റോമി ഓട്ടോ കൈകാണിച്ച് നിർത്തി. ആശുപത്രി ക്വാർട്ടേഴ്സെന്ന് പറഞ്ഞു. ഓട്ടോ മുന്നോട്ടെടുത്തപ്പോൾ ഇരുട്ടത്ത് അച്ചായൻ്റെ മുഖം ഡെയ്സിക്ക് കാണാൻ കഴിഞ്ഞില്ല. ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് ഓർത്തത്, ജാസിയെ കണ്ടില്ലല്ലോ. അത്രയും ഇരുട്ടിയിട്ടും പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അമ്മച്ചിയോട് പറഞ്ഞില്ലല്ലോ എന്നും അവൾ വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡെയ്സിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടായി. വൈകിട്ട് ക്വാർട്ടേഴ്സിൽ രോഗികളെ നോക്കുന്ന തിരക്കിനിടെ പുറത്ത് ഒരു ക്വാളിസ് വന്നു നിന്നു. അതിൽ നിന്ന് ജയദേവനും വാക്കിംഗ് സ്റ്റിക്ക് കുത്തി തല നരച്ച മറ്റൊരാളും ഇറങ്ങി. ഡെയ്സി അത്ഭുതപ്പെട്ടുപോയി. ഡോക്ടർ സദാശിവം, തൻ്റെ പ്രിയ ഗുരുനാഥൻ. ഡെയ്സി ചെന്ന് കാൽ തൊട്ട് വണങ്ങിയപ്പോൾ ജയദേവൻ ചിരിച്ചു.
ഡെയ്സിയെ കാണാൻ ഇറങ്ങിയതാണ്. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കിട്ടി. സാറിന് നേരത്തെ പരിചയമുണ്ടോ? ഡെയ്സി അത്ഭുതത്തോടെ തിരക്കി. നേരത്തെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു 3/4 മണിക്കൂർ നേരത്തെ പരിചയമുണ്ട്, ജയദേവൻ പറഞ്ഞു. പക്ഷേ 30 കൊല്ലത്തെ പരിചയമുള്ളതുപോലെ തോന്നുന്നു. സദാശിവം ജയദേവന്റെ തോളിൽ വാത്സല്യത്തോടെ തട്ടി. വരാന്തയിലും പുറത്തും രോഗികളിരിക്കുകയും നിൽക്കുകയും ചെയ്തിരുന്നു. ജയദേവൻ കുസൃതിയോടെ നോക്കി. ഡെയ്സി, നമുക്ക് പണിയുണ്ടാക്കി വച്ചയടങ്ങൂ. എന്തു പണി? വാർത്ത എഴുതലാണല്ലോ എൻ്റെ പണി. സ്വകാര്യ പ്രാക്ടീസ്. സർക്കാർ ഡോക്ടർ കോടികൾ കൊയ്യുന്നു. ഡെയ്സി ചിരിച്ചു. കോടികൾ ലേശം കൂടുതലല്ലേ? ലക്ഷങ്ങളോ 10,000ങ്ങളോ പോരെ? പോരാ, തലക്കെട്ടിലൊരു പ്രാസം വേണം. കോടി കൊയ്യുന്നു, കോക്കോ. ഡെയ്സിയും സദാശിവവും ചിരിച്ചു. അകത്തേക്ക് ചെന്നപ്പോൾ സദാശിവൻ ചോദിച്ചു, ഈ പേഷ്യൻസ് എന്താണ് ഇവരുടെ മേജർ പ്രോബ്ലം? ഡെയ്സി പെട്ടെന്ന് ഉഷാറായി. ഇവിടെ തേയിലത്തോട്ടത്തിലെ പണിക്കാരാണ് കൂടുതലും. ശ്വാസം മുട്ടൽ, സൈനസൈറ്റിസ്, വിട്ടുമാറാത്ത നെഞ്ചുവേദന, ആസ്മ. ഡോക്ടർ സദാശിവം മേശപ്പുറത്തിരുന്ന കടലാസുകൾ മറിച്ചു നോക്കി. വാട്ട്സ് ദിസ്? ഡെയ്സി ചമ്മലോടെ ചിരിച്ചു. ഒരു ചെറിയ കേസ് ഹിസ്റ്ററി ഫയൽ. ഇവിടെ വരുന്നവരുടെ ചില ഡിസീസസ് റെക്കർ ചെയ്തു വരും. ഡോക്ടർ അത് കയ്യിലെടുത്ത് വായിച്ചു. ഗുഡ് ഡെയ്സി, ഒരു കാര്യം ചെയ്യൂ. പ്രിപ്പയർ എ പേപ്പർ. എന്നിട്ട് എത്രയും വേഗം എനിക്ക് അയച്ചു തരൂ. കുറച്ചു നേരം കൂടി ഡോക്ടറും ജയദേവനും അവിടെ ഇരുന്ന് സംസാരിച്ചു. ഗോഡ്, സമയം പോകുന്നു. ഈ കുട്ടിക്ക് ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ എഴുന്നേറ്റു. അത് സാരമില്ല, പക്ഷെ അതിലും വലിയ അപകടം വേറെയുണ്ട്. പുറത്തേക്കിറങ്ങുമ്പോൾ ജയദേവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഡെയ്സി നമുക്ക് ചിലപ്പോൾ ചായയിട്ട് തന്നുകളയും. ഡോക്ടർ സദാശിവം പൊട്ടിച്ചിരിച്ചു. ഡെയ്സിയും ചിരിച്ചു. പതിവ് പോലെ ജയദേവൻ യാത്ര പറയുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. ഡോക്ടർ സദാശിവം ഡെയ്സിയുടെ കൈകളിൽ അമർത്തി. നന്നായി വരട്ടെ മോളെ. ഡെയ്സിയുടെ കണ്ണു നിറഞ്ഞു. വീണ്ടും വന്ന് കസേരയിലിരിക്കുമ്പോൾ അവൾക്ക് ഹൃദയത്തിൽ ഒരു നിറവ് തോന്നി. സ്നേഹത്തിൻ്റെ നിറവ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കൈകഴുകി വരികയായിരുന്നു ഡെയ്സി. അപ്പോഴാണ് ഡ്യൂട്ടി റൂമിൻ്റെ തൂൺമറഞ്ഞു നിൽക്കുന്ന രൂപത്തെ ശ്രദ്ധിച്ചത്. ജാസ്മിൻ. അവൾ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. ഡെയ്സി വേഗം അടുത്തു ചെന്നു. ജാസി, നീ എന്താ ഇവിടെ? ജാസ്മിൻ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയിരുന്നു. എന്താ മോളെ, കാര്യം പറ. ഡെയ്സി വേവലാതിയോടെ ചോദിച്ചു. അലക്സിൻ്റെ ഹോസ്പിറ്റലിൽ ചേച്ചി ജോയിൻ ചെയ്യണം, ജാസ്മിൻ പറഞ്ഞു. ഡെയ്സി അമ്പരന്നുപോയി. ഈ ഉച്ചനേരത്ത് ഇത് പറയാനാണോ ഇവൾ വന്നത്? നീ എന്താ ജാസി ഈ പറയുന്നത്? എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചേരാൻ യാതൊരു താല്പര്യവുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല അതൊക്കെ ഇങ്ങനെ എടിപിടിയെന്ന് പറയാൻ പറ്റുന്നതല്ലല്ലോ. എടാപിടിയെന്ന് തന്നെ തീരുമാനിക്കണം, പെട്ടെന്ന് ജാസ്മിൻ പറഞ്ഞു. അവളുടെ മുഖം കൂടുതൽ കുനിഞ്ഞു. ഇല്ലെങ്കിൽ അവളുടെ ശബ്ദം മുഖത്തേക്കാൾ കൂടുതൽ കുനിഞ്ഞുപോയി. അധ്യായം 12. അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ജീസസ്, മുടന്തനെ നടത്തിയ നീ എന്തേ എൻ്റെ കുഞ്ഞനിയത്തിയെ നേർവഴി നടത്തിയില്ല? അന്ധന് കാഴ്ച നൽകിയ നീ എന്തേ അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവ് കൊടുത്തില്ല? ഡെയ്സിക്ക് താൻ ഒരു ഇരുട്ടുകുഴിയിലൂടെ താഴേക്ക് പോവുകയാണെന്ന് തോന്നി. ഏതോ ലോകത്തേക്ക്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പുറത്തേക്കിറങ്ങുമ്പോൾ ഫ്രാൻസിസ് അച്ഛൻ അവളെ സഹതാപത്തോടെ നോക്കി. നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് വിശേഷം എന്നതാ ഡെയ്സി? ഇന്നു പിന്നെ ഈ നേരത്ത് ഇവിടാരും വരത്തില്ല. അതൊരു കുരുത്തമായി. എനിക്ക് വയ്യ ഫാദർ. എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ തീർന്നു. അവളെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഡെയ്സി കണ്ണുകൾ അമർത്തി തുടച്ചു. കണ്ണീർ തടയാൻ നോക്കി. അവൾക്ക് പിന്നെയും പിന്നെയും കരച്ചിൽ വന്നു. എന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ? അവനവന് തോന്നണ്ടേ? അവളിങ്ങനെ സ്വയം ഒരു കുഴി കുഴിച്ച് അതിൽ ചാടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാനാ? ഡെയ്സിക്ക് അത് ഓർത്തപ്പോൾ ശരീരം തളർന്നു. ശരിയാണ്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഞാൻ ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഒന്നവരുടെ വീട്ടിലോട്ട് ചെല്ലാം. ഇക്കാര്യം ചർച്ച ചെയ്യാം. പോകാം. ഇക്കാര്യം വറീച്ചനറിഞ്ഞോ? ഇല്ല, അമ്മച്ചിയെപ്പോലും അറിയിച്ചിട്ടില്ല. അച്ഛൻ ചിന്താധീനനായി. വറീച്ചനോട് പറയാൻ പറ്റുമോ? കുടിച്ചു ബോധമില്ലാതെ വിളിച്ചു കൂവിയാൽ മൊത്തം അലമ്പാകും. ത്രേസ്യാമ്മയോട് പറഞ്ഞിട്ട് അവരെ കൂടെ വിഷമിപ്പിക്കാമെന്നല്ലാതെ വിശേഷമില്ല. എന്നുവെച്ച് ഇവർ രണ്ടുപേരും അറിയാതെ നമുക്ക് മാത്രമായിട്ട് ഇത് സോൾവ് ചെയ്യാനും പറ്റത്തില്ല. ഡെയ്സി നിറഞ്ഞ കണ്ണുകൾ വീണ്ടും തുടച്ചു. അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. വേണ്ട, ഫാദർ പോകണ്ട. ഞാൻ പോകാം. ഞാനാണല്ലോ അതിന് ഉത്തരവാദിത്തപ്പെട്ടയാൾ. ഞാൻ പോയിക്കോളാം. ഫാദറുമായി യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവൾ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. എന്തും വരട്ടെ, എല്ലാത്തിലും പ്രധാനം ജാസ്മിൻ്റെ ഭാവിയാണ്. 2 ദിവസം കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിയുള്ള ദിവസമാണ് ഡെയ്സി അലക്സിനെ കാണാൻ LIC ഓഫീസിൽ പോയത്. രാവിലെ 10 മണിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരു കെട്ടിടത്തിൻ്റെ 3-ാം നിലയിലായിരുന്നു ഓഫീസ്. ഒരു കടലാസുമായി മാനേജറുടെ ക്യാബിനിൽ നിന്നിറങ്ങുമ്പോഴാണ് അലക്സിനെ ഡെയ്സി കണ്ടത്. അലക്സ് അല്ലേ? ഡെയ്സി ചോദിച്ചു. അലക്സ് അപ്പോഴാണ് ഡെയ്സിയെ ശ്രദ്ധിച്ചത്. ഒന്ന് പുരുകം ചുളിച്ചെങ്കിലും പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാകാം മുഖം വിവരണമായി. മനസ്സിലായില്ല. ഞാൻ ജാസ്മിൻ്റെ ചേച്ചിയാണ്, ഡെയ്സി. ഡെയ്സി വളരെ ശാന്തമായും സൗമ്യമായും പറഞ്ഞു. അലക്സിൻ്റെ മുഖം കൂടുതൽ നിറം മാറി. ഏത് ജാസ്മിൻ? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു. ഡെയ്സിയുടെ മുഖത്ത് സ്വയം അറിയാതെ ഒരു കടുപ്പമുണ്ടായി. വളരെ ശാന്തമായി തന്നെയാണ് അവൾ ചോദിച്ചത്. അലക്സിന് എത്ര ജാസ്മിന്മാരെ അറിയാം? ഡെയ്സിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അലക്സിന് പെട്ടെന്ന് ബുദ്ധിമുട്ടായി. വരൂ, അവിടേക്ക് ഇരിക്കാം. അയാൾ സന്ദർശകർക്കുള്ള കസേരകൾ ചൂണ്ടി. കസേരകൾ വലിച്ചിട്ടിരിക്കുമ്പോൾ ഡെയ്സി പറഞ്ഞു. ആ പേരിൽ ആരെയും അറിയില്ലെന്ന് വേണമെങ്കിലും അലക്സിന് പറയാം. ഞാൻ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് അത്രയും മാന്യത പ്രതീക്ഷിക്കുന്നത് വിഡിതമാണ്. ഓ, ഞാൻ പെണ്ണ് കാണാൻ വന്ന ജാസ്മിൻ അല്ലേ? ഡെയ്സിയുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരി പ്രത്യക്ഷപ്പെട്ടു. അലക്സിൻ്റെ കുട്ടി വയറ്റിലുള്ള ജാസ്മിൻ എന്ന് പറയുന്നതല്ലേ കൂടുതൽ എളുപ്പം? അലക്സ് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എന്ത് അനാവശ്യമാണ് ഡോക്ടർ പറയുന്നത്? അയാൾ ഉമിനീരിറക്കി. ആരെങ്കിലും കേട്ടാൽ അലക്സിനേക്കാൾ കൂടുതൽ നാണക്കേട് എനിക്ക് തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നത് ഗർഭിണിയായ എൻ്റെ അനിയത്തിയെക്കുറിച്ചാണ്. ഡെയ്സിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അവൾ ചെയ്ത തെറ്റ്. മുന്നറിയിപ്പ് കൊടുത്തതാണ്. അവൾ കേട്ടില്ല. അവൾക്ക് ബുദ്ധിയും വിവേകവും ഇല്ലാതെ പോയി. ഞാനിപ്പോൾ അലക്സിനെ കാണാൻ വന്നത് ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. എനിക്കൊന്നും പറയാനില്ല, അലക്സ് പറഞ്ഞു. പക്ഷേ എനിക്കുണ്ട്. കാരണം ഇത് എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ്. ഡെയ്സിയുടെ ശബ്ദത്തിന് കുറച്ചുകൂടി ഉറപ്പുണ്ടായി. അവളെ അലക്സ് വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്യുകയെന്ന് പറയാൻ കഴിയില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ? ഡെയ്സി അലക്സിനെ നോക്കി. ജീവിതത്തിലൊരിക്കലും അലക്സിന് മനസ്സമാധാനം കിട്ടില്ല. അലക്സ് ഒന്നും മിണ്ടിയില്ല. ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമാണ്. ആ വീട്ടിലെ ആകെ ഏണിംഗ് മെമ്പർ ഞാനാണ്. ഒരുവിധം വേര് പിടിക്കുന്നതേയുള്ളൂ. എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇതുവരെ ഉണ്ടാക്കിയതത്രയും അലക്സായിട്ട് നശിപ്പിക്കരുത്. അതെൻ്റെ റിക്വസ്റ്റാണ്. അലക്സ് ഗാഢമായി ആലോചിച്ചു. എനിക്ക് ജാസ്മിനെ കെട്ടാൻ വിരോധമൊന്നുമില്ല. അന്ന് ഡോക്ടറാണല്ലോ ഈ ആലോചന തള്ളിക്കളഞ്ഞത്. ഡെയ്സി ചിരിച്ചു. അനീത്തിയുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എന്നെ പണയം വയ്ക്കണമെന്നാണോ അലക്സ് പറയുന്നത്? പണയം വയ്ക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ അമ്മാച്ചൻ്റെ ആശുപത്രിയിൽ ചേരണമെന്നല്ലേ? അന്നത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞേനെ. ഡെയ്സിക്ക് അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ കലശലായ അരിശമാണ് വന്നത്. അന്നത് ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് കല്യാണം നടന്നില്ല. എങ്കിൽ പിന്നെ അലക്സ് എന്തിനാണ് പിന്നെയും ജാസ്മിനെ കണ്ടത്? അവളുടെ കോളേജിൻ്റെ മുറ്റത്ത് നിങ്ങളുടെ വണ്ടിയുമായി കാത്തുനിന്നത്? അവളെ അവിടെയും ഇവിടെയും വിളിച്ചുകൊണ്ടുപോയത്? ഗർഭിണിയാക്കിയത്? അത് പിന്നെ ആണുങ്ങളാകുമ്പോൾ അങ്ങനെ വിളിച്ചെന്നു വരും. അവനവൻ്റെ കാര്യം നോക്കാൻ പെണ്ണുങ്ങൾക്കറിയണം. ഡെയ്സി വേദനയോടെ ചിരിച്ചു. നിങ്ങളിതും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആണത്തമില്ലാത്തവർ പറയുന്ന സ്ഥിരം ന്യായീകരണങ്ങളാണ് ഇതൊക്കെ. അവളുടെ ശബ്ദം വീണ്ടും ഉറച്ചതായി. നിങ്ങളെപ്പോലൊരുത്തൻ്റെ ഭാര്യയായി എൻ്റെ അനിയത്തി കഴിയണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാതെ വയ്യ, അവൾക്കു വേണ്ടി. അലക്സിൻ്റെ മുഖത്ത് ഒരു പരിഹാസം പ്രത്യക്ഷപ്പെട്ടു. അപ്പനും അമ്മയ്ക്കും സ്ത്രീധനക്കാര്യത്തിൽ നോട്ടമുണ്ട്. 10 ലക്ഷവും കാറും പറഞ്ഞിട്ടിരിക്കുക ഓരോരുത്തർ. 10 ലക്ഷവും കാറുമെങ്കിൽ അത്രയും എവിടെ നിന്ന് അത്രയും പണമുണ്ടാക്കും എന്നെനിക്കറിയില്ല. എന്നാലും ജാസ്മിന് വേണ്ടി വേണ്ട. ഡോക്ടർ ഞങ്ങളുടെ ആശുപത്രിയിൽ ജോയിൻ ചെയ്താൽ മതി. ഡെയ്സി എഴുന്നേറ്റു. അത് പറ്റില്ല. അതിന് പകരമാണ് 10 ലക്ഷവും കാറും. 10 ലക്ഷവും കാറും ഡോക്ടർക്ക് പകരമാകുമോ? ഞങ്ങൾ മൂവാറ്റുപുഴയിലെ പുരാതന ക്രിസ്ത്യാനികളാ. കുടുംബ മഹിമയാ ഞങ്ങൾക്ക് മുഖ്യം. 10 ലക്ഷമല്ല, 20 ലക്ഷം തരാമെന്ന് പറഞ്ഞാലും ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോളെ കെട്ടാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല. ഡെയ്സിയുടെ മുഖം അപമാനം കൊണ്ട് ചുമന്നു. എങ്കിൽ പിന്നെ പെണ്ണു കാണാൻ വന്നത് എന്തിനായിരുന്നു? അതാ പറഞ്ഞത്, ഡോക്ടറെ ഓർത്തിട്ടാ. ഡോക്ടർ ഞങ്ങളുടെ ആശുപത്രി വരുമെന്ന ഒറ്റ കാര്യം കൊണ്ടാ. അതാണെങ്കിൽ അങ്കിളിൻ്റെ മോൻ്റെ നിർബന്ധമാ. ഡെയ്സിക്ക് ക്രമാതീതമായ ദേഷ്യം വന്നു. പക്ഷേ അവൾ സ്വയം നിയന്ത്രിച്ചു. അതുമാത്രം പറയേണ്ട അലക്സ്. 10 ലക്ഷവും കാറും അവളുടെ വയറ്റിലുള്ള നിങ്ങളുടെ കുട്ടിയും അത്രയേ പറ്റൂ. വേണമെങ്കിൽ കല്യാണം നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തി തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കട്ടെ. ഓ, ചേച്ചി ഡോക്ടറല്ലേ? തന്തയില്ലാത്ത കൊച്ചിനെ ഇല്ലാതാക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അലക്സും എഴുന്നേറ്റു. ഡെയ്സി അയാളെ വെറുപ്പോടെ നോക്കി. ഇതുപോലൊരാളിൻ്റെ കൊച്ചായി ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്നതിലും ഭേദം അതങ്ങ് മരിക്കുന്നതാണ്.
പക്ഷേ ഞാനൊരു സത്യക്രിസ്ത്യാനിയായിപ്പോയി. ജീവനെടുക്കാൻ കർത്താവിന് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഡെയ്സിയുടെ ശാന്തമായ മുഖവും വാക്കുകളും അലക്സിന് ഒരടി പോലെ തോന്നി. അയാൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് 10 ലക്ഷവും കാറും ഞാൻ സ്ത്രീധനമായി തരും. അവളെ വിവാഹം കഴിക്കണം. മൂവാറ്റുപുഴയിലെ പുരാതന ക്രിസ്ത്യാനികളാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ സങ്കല്പത്തിലെ കുടുംബമഹിമ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പറഞ്ഞതിൽ ആണത്തം, സത്യസന്ധത, അന്തസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുമോ എന്നും. അലക്സിൻ്റെ മുഖം കുനിഞ്ഞു. ആലോചിച്ച് തീരുമാനം അറിയിക്കണം. കഴിയുമെങ്കിൽ നാളെ. അലക്സ് നിരായുധീകരിക്കപ്പെട്ടു നിന്നപ്പോൾ ഡെയ്സി പടികളിറങ്ങി. പടിയിറങ്ങുമ്പോൾ ഡെയ്സിക്ക് നെഞ്ചുവേദനിക്കുന്നത് പോലെ തോന്നി. ചെറിയ കിതപ്പ്. ജീസസ്, വയ്യ. ജീവിതത്തിൽ പടികളിറങ്ങിയും പടിക്കെട്ടുകൾക്ക് താഴെ കാത്തുനിന്നും മടുത്തു. ഒന്ന് കരയണമെന്നുണ്ടായിരുന്നു ഡെയ്സിക്ക്. വളരെ വിജനമായ ഒരിടത്ത് പോയിരുന്ന് പൊട്ടിക്കരയണം. അങ്ങനെ കരയാൻ ഒരിടം എവിടെയുണ്ട്? അടുത്തിരുന്ന് കരയല്ലേ ഡെയ്സി എന്ന് പറയാൻ ആരുണ്ട്? ആരുമില്ല. അപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ജയദേവന്റെ മുഖം ഓർമ്മ വന്നു. ആ നിമിഷം ചെറിയ ജാള്യതയും തോന്നി. ഇല്ല, ആരുമില്ല. ഡെയ്സിക്ക് ആരുമില്ലെന്ന് അവൾ ഒരിക്കൽ കൂടി സ്വയം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും വികൃതിയായ മനസ്സ് പിന്നെയും ജയദേവനെ തന്നെ ഓർത്തു. തൊടുപുഴയിൽ ബസ് ഇറങ്ങിയപ്പോൾ ഡെയ്സി അടുത്തുള്ള ഫാൻസി സ്റ്റോഴ്സിൽ കയറി 1-2 സാധനങ്ങൾ വാങ്ങി. പുറത്തിറങ്ങിയപ്പോൾ മുന്നിൽ ജയദേവൻ. അയാൾ തിരക്കിട്ട് നടന്നു വരികയായിരുന്നു. ഡെയ്സിയെ കണ്ടപ്പോൾ സഡൻ ബ്രേക്കിട്ട് നിന്നു. ഞാനിപ്പോൾ ഡെയ്സിയെക്കുറിച്ച് വിചാരിച്ചതേയുള്ളൂ. എന്തൊരത്ഭുതം! ദാ ഡെയ്സി മുന്നിൽ. ഡെയ്സി മുഖം ചുവക്കുന്നത് പണിപ്പെട്ട് തടഞ്ഞ് പുഞ്ചിരിച്ചു. എന്താണ് എന്നെക്കുറിച്ച് ഓർത്തത്? അല്ല, പുതിയ സസ്പെൻഷനൊന്നും സംഘടിപ്പിക്കാത്തതെന്താണ് എന്ന്. അവൾ ചിരിച്ചു. ക്രൂരതയ്ക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് സങ്കടം തോന്നുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. സാരമില്ല, ഡെയ്സി തന്നെ കണ്ടുപിടിച്ചാൽ മതി. ജയദേവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് പ്രശ്നം? ഡെയ്സിയുടെ മുഖം ചുവന്നു. എന്തു പ്രശ്നം? ഏയ്, ഒന്നുമില്ല. അത് വെറുതെ. ഡെയ്സിയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട്, അതുറപ്പാണ്. അരുൺകുമാറോ ഭഗീരഥനോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? പിന്നെയും ഡെയ്സിക്ക് അയാളെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അതോ അവിടെ വല്ല രോഗികളും അത്യാസന്ന നിലയിൽ? ദൈവം സഹായിച്ച് ഇല്ല. ജയദേവൻ പതിയെ താടി തടവി. വീട്ടിലെന്തെങ്കിലും? അയാളുടെ സ്വരം ശാന്തമായിരുന്നു. ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. ഏയ്, ഒന്നുമില്ല. തീർച്ച? അതെ. ഉറപ്പ്? ഉറപ്പ്. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഡെയ്സി അയാളെ ആകാംക്ഷയോടെ നോക്കി. അതായത്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഡെയ്സിയും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മുഖം കണ്ടാലറിയാം. നമുക്ക് വല്ലതും കഴിക്കാം. എന്താ? അവൾക്ക് ഒരേ സമയം അരിശവും ചിരിയും വന്നു. വെറുതെ ഇരിക്ക് ജയദേവൻ. എപ്പോഴും തമാശ, കുസൃതി. വിശപ്പാണോ തമാശ? എൻ്റെ ഡെയ്സി, ഈ ലോകത്ത് സത്യവും സനാതനവുമായി ഒരു കാര്യമേ ഉള്ളൂ, വിശപ്പ്. റെസ്റ്റോറൻറ്റിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ ഡെയ്സിയുടെ ഹൃദയം തുടിച്ചു. ഇതുവരെ ഒരു പുരുഷനോടൊപ്പം തനിച്ച് റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ജയദേവൻ നിശബ്ദനായിരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് ഓർഡർ ചെയ്തത്. കഴിച്ചു തുടങ്ങിയപ്പോൾ ജയദേവൻ പെട്ടെന്ന് പറഞ്ഞു, എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയൂ. ഡെയ്സിയുടെ നെറുകയിൽ ഭക്ഷണം വിലങ്ങി. അവൾ ചുമച്ചു. ജയദേവൻ ഗ്ലാസ്സിൽ വെള്ളം പകർന്നു നീട്ടി. അവൾ അത് വാങ്ങി കുടിക്കുമ്പോൾ എന്തുകൊണ്ടോ കണ്ണുകൾ നിറഞ്ഞു. ചിലപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റും, അതുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്. ഡെയ്സി ചപ്പാത്തിയുടെ ഒരു കഷ്ണം കൂടി മുറിച്ചു. അത് പ്ലേറ്റിൽ തന്നെ ഇട്ട് അവൾ ജയദേവനെ നോക്കി. പിന്നെ നിശബ്ദമായി കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഡെയ്സി ചോദിച്ചു, ഡോക്ടർ സദാശിവത്തെ കണ്ടില്ലേ? അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം ജയദേവൻ അറിയുമോ? ജയദേവൻ ശ്രദ്ധിച്ചു. അദ്ദേഹമാണ് ഡെയ്സിയെ ഇന്ന് കാണുന്ന ഡോക്ടർ ഡെയ്സിയാക്കിയത്. എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, പഠിക്കാൻ പുസ്തകം വാങ്ങി തന്നിട്ടുണ്ട്, ഫീസ് അടയ്ക്കാൻ കാശ് തന്നിട്ടുണ്ട്. ഡെയ്സിയുടെ സ്വരം ആർദ്രമായി. അതോർത്താണോ ഇപ്പോൾ സങ്കടം? റാങ്ക് കിട്ടിയപ്പോൾ മെഡലുമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഡെയ്സിയുടെ സ്വരം വിറച്ചു. മെഡൽ ആ കാൽക്കൽ വെച്ച് കാലിൽ തൊഴുതു. അന്ന് സാറിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കടമാണ്, അത് വീട്ടണം. സ്വർണം കൊണ്ടും പണം കൊണ്ടുമല്ല. ഡെയ്സി ഒന്ന് നിശ്വസിച്ചു. ബൈ സർവീസ്. ജയദേവൻ അവളെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ചേരാമായിരുന്നു. അന്നത്തെ കാലത്ത് 25,000 30,000 ചോദിക്കാമായിരുന്നു. ചെയ്തില്ല. അവൾ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പൈസ ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, സർ പറഞ്ഞ വാക്കുകൾ. അല്ലെങ്കിലും അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
മറ്റുള്ളവരുടെ ദാനം സ്വീകരിക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വർണം കൊണ്ടും പണം കൊണ്ടും ആ കടവും കടപ്പാടും വീട്ടാൻ പറ്റുകയുമില്ല. അവളുടെ സ്വരം ഇടറി. അതിനിപ്പോൾ എന്തു പറ്റിയെന്നാണ്? ഏയ്, ഒന്നും പറ്റിയില്ല. സാറിന് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വരുമോ എന്ന് പേടി. എനിക്ക് വേണ്ടിയല്ല. അവളുടെ ശബ്ദം പതിഞ്ഞതായി. എൻ്റെ കുടുംബത്തിനു വേണ്ടി. ജയദേവൻ നിസ്സാരമായി ചിരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകി തിരിച്ചു വന്നു. പോക്കറ്റിൽ നിന്ന് വെളുത്തൊരു കർച്ചീഫ് എടുത്തു. കൈ തുടച്ചിട്ട് അയാൾ കർച്ചീഫിൽ മുഖമമർത്തി ഒരു നിമിഷം ഇരുന്നു. പിന്നെ കർച്ചീഫ് മടക്കി പോക്കറ്റിലിട്ട് അവളെ നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ? ഡെയ്സി കണ്ണുകളെയോർത്ത് നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ജയദേവൻ കരുണയോടെ പറഞ്ഞു. ഡെയ്സി ഇപ്പോൾ കരയുകയാണ്. ഡെയ്സി ഞെട്ടിപ്പോയി. കവിളുകളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അവൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഡെയ്സി ജാള്യത കൊണ്ട് ഉരുകിപ്പോയി. ഇടം കൈ ഉയർത്തി മുഖം തുടയ്ക്കാൻ പോലും അവൾക്ക് ശക്തിയുണ്ടായില്ല. ജയദേവൻ അനുവാദം ആവശ്യപ്പെട്ടില്ല. ക്ഷമാപണം നടത്തിയതുമില്ല. വളരെ നിസ്സാരമായി അയാൾ കൈനീട്ടി അത് തുടച്ചു കളഞ്ഞു. അവളുടെ കണ്ണുനീർ. അടുത്ത ഭാഗം നാളെ.